കേൾക്കാണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ ശരി. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, നമ്മള് CUT UG കെമിസ്ട്രിയുടെ ക്രിസ്റ്റൽ ലാറ്റിസ് ആൻഡ് യൂണിറ്റ് സെൽ എന്നുള്ള ടോപ്പിക്കാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് സോളിഡ് സ്റ്റേറ്റിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോളിഡ് സ്റ്റേറ്റിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ്സ്, അമോർഫസ് സോളിഡ്സ് നമ്മൾ പഠിച്ചു. അതിന്റെ പിന്നെ കുറച്ച് സബ് ക്ലാസിഫിക്കേഷൻസ് ആയിട്ടുള്ള മോളിക്കുലാർ സോളിഡ്സ്, അയോണിക്, മെറ്റാലിക് ആൻഡ് കോവാലന്റ് അല്ലെ, ഇത്രയും ക്ലാസിഫിക്കേഷൻസ് നമ്മൾ നോക്കി. എഗെയിൻ മോളിക്കുലാറിന്റെ സബ് ഡിവിഷൻസ് ആണ് നോൺ പോളാർ, പോളാർ, ഹൈഡ്രജൻ ബോണ്ടഡ്. ഓക്കെ ആണല്ലോ? നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണല്ലോ അല്ലെ? ഓക്കെ, അത് നമ്മൾ നോക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലെ? അതിൽ ഡൗട്ട്സ് ഒന്നും ഉണ്ടാവില്ല എന്നും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഭാഗം കേട്ടോ, അതിന്റെ നെക്സ്റ്റ് ഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതാണ് ക്രിസ്റ്റൽ ലാറ്റിസ് ആൻഡ് യൂണിറ്റ് സെൽ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പോർഷൻ ആണ് ക്രിസ്റ്റൽ ലാറ്റിസ് ആൻഡ് യൂണിറ്റ് സെൽ. നമുക്ക് ആ ക്ലാസ്സിലേക്ക് ഇന്ന് പോകാം. ക്രിസ്റ്റൽ ലാറ്റിസ് ആൻഡ് യൂണിറ്റ് സെൽ എന്നുള്ള ഭാഗം നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, യെസ്. എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ്, അതുപോലെ എന്താണ് യൂണിറ്റ് സെൽസ്? ഓക്കെ അല്ലെ? രണ്ടും രണ്ടാണ്. നമുക്ക് ക്രിസ്റ്റൽ ലാറ്റിസ് എന്താ നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ക്രിസ്റ്റൽ ലാറ്റിസിനെ നമ്മൾ ദ 3-dimensional arrangement of constituent particles in a crystal represented by points is called crystal lattice or space lattice. എന്താണ്? യെസ്, 3-dimensional അറേഞ്ച്മെന്റ് ആണ്. അതായത് 3D അറേഞ്ച്മെന്റ് ആണ് അല്ലെ? നമ്മൾ സ്പേസിലൊക്കെ നമുക്ക് 3-dimensional അറേഞ്ച്മെന്റ് ഒക്കെ നിങ്ങൾ 3D പിക്ചേഴ്സ് ഒക്കെ നമ്മൾ ഫോട്ടോസ് അല്ലെ, നിങ്ങൾ ഇമേജസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ 3-dimensional ആയിട്ട് നമ്മൾ ആരെയാണ് അറേഞ്ച് ചെയ്യുന്നത്? യെസ്, കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് മേ ബി ആറ്റംസ് ആവാം, അല്ലെങ്കിൽ മോളിക്യൂൾസ് ആവാം, ഓർ മേ ബി അയോൺസ് ആവാം അല്ലെ? ഇവരെയൊക്കെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയാം. അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിനെ, ഒരു ക്രിസ്റ്റലത്തെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ പോയിന്റ്സ് ആയിട്ട്, നമുക്ക് ഇനി ചിത്രം വരുന്നുണ്ട്, അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഓരോ പോയിന്റ്സ് ആയിട്ട് നമ്മൾ 3 ഡയമെൻഷൻ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്. കിട്ടിയല്ലേ? മനസ്സിലായോ? അപ്പൊ ആരുടെ അറേഞ്ച്മെന്റ് ആണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് ആണ്. അത് ആറ്റംസ് ആവാം, മോളിക്യൂൾസ് ആവാം, അയോൺസ് ആവാം. നമുക്ക് ഇന്നതെന്ന് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ ഇതിൽ ആര് വേണമെങ്കിലും ആവാം. ഇവരുടെ അറേഞ്ച്മെന്റ് ആണ്. നമ്മൾ ആ അറേഞ്ച്മെന്റ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ബൈ പോയിന്റ്സ് അല്ലെ? ഓരോ പോയിന്റ്സ് ആയിട്ടാണ് നമ്മൾ അവരെ കാണിക്കുന്നത്. അതും എങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്? 3-dimensional അറേഞ്ച്മെന്റ് ആണ്. പിടികിട്ടിയല്ലേ? 3D അറേഞ്ച്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്. ഇനി ക്രിസ്റ്റൽ ലാറ്റിസിന്റെ മറ്റൊരു പേരാണ് സ്പേസ് ലാറ്റിസ്. ഓക്കെ അല്ലേ? സ്പേസ് ലാറ്റിസ്. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, പേരുകൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി അടുത്തതാണ് യൂണിറ്റ് സെൽ. എന്താണ് ഒരു യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, the smallest repeating portion of the space lattice or crystal lattice. അപ്പൊ നോക്കിയേ, ഈ ക്രിസ്റ്റൽ ലാറ്റിസിലെ ഒരു ചെറിയ പോർഷൻ, സ്മോളസ്റ്റ് പോർഷൻ ആണ് അല്ലെ? റിപ്പീറ്റിംഗ് പോർഷൻ ആണ്. റിപ്പീറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? യെസ്, അതിങ്ങനെ തുടർച്ചയായിട്ട് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ആ ക്രിസ്റ്റൽ ലാറ്റിസത്തെ ഒരു സ്മോളസ്റ്റ് പോർഷനെയാണ് നമ്മൾ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. പിക്ചർ കാണിച്ചു തരാം, അത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആകും. അപ്പൊ അതായത് ഒരു യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ലാറ്റിസത്തെ ഏറ്റവും ചെറിയൊരു ഭാഗമാണ്. ആ ചെറിയ ഭാഗം എന്ത് ചെയ്യും? ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ റിപ്പീറ്റിംഗ് യൂണിറ്റിനെയാണ് നമ്മൾ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ആ യൂണിറ്റ് സെല്ലിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് സവിശേഷതകൾ ഉണ്ട്. ഓക്കെ ആണല്ലോ? ആ സവിശേഷതകൾ എന്തൊക്കെയാ ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ സവിശേഷത അവരുടെ എഡ്ജ് ലെങ്ത്. എഡ്ജ് ലെങ്ത് എന്നൊക്കെ പറയാം. എഡ്ജ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 എഡ്ജസ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം 3 എഡ്ജസ്. അവരുടെ ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ, ആ ഡിസ്റ്റൻസ് അലോങ് വിത്ത് 3 എഡ്ജസ്, എഡ്ജ് ലെങ്ത് നമുക്ക് വേണമെങ്കിൽ അതിനെ വിളിക്കാം. ആ എഡ്ജിന്റെ ലെങ്ത്തുകളെ നമുക്ക് A, B ആൻഡ് C എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ അല്ലെ? പിക്ചറിൽ കാണിച്ചു തരുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. A, B ആൻഡ് C എന്ന് പറഞ്ഞിട്ട് നമുക്ക് 3 എഡ്ജ് ലെങ്ത്തുകൾ നമുക്ക് ഉണ്ട്. ഓക്കെ ആണല്ലോ? A, B ആൻഡ് C എന്ന് പറഞ്ഞിട്ട് 3 എഡ്ജ് ലെങ്ത്തുകൾ നമുക്ക് ഉണ്ട്.
ഓക്കെ അല്ലേ? ഇനി ആംഗിൾസ് ഉണ്ട്. എഡ്ജ് ലെങ്ത്തിന് പുറമെ അവിടെ എന്തുണ്ട്? ആംഗിൾസ് ഉണ്ട്. ഓക്കെ ആണല്ലോ? ആ ആംഗിൾസ് നമുക്ക് ആൽഫ, ബീറ്റ, ഗാമ അറിയായിരിക്കും അല്ലെ? കേട്ടിട്ടുണ്ടാവുമല്ലോ. ആൽഫ, ബീറ്റ, ഗാമ എന്ന് പറഞ്ഞിട്ട് 3 ആംഗിൾസ് ആണുള്ളത്. ഈ 3 ആംഗിൾസ് നമുക്ക് അങ്ങനെ വാരി പറിച്ച് അവിടെ ഇവിടെയും കൊണ്ടിട്ട് വിതറാനൊന്നും പറ്റില്ല. അതിനൊക്കെ ഓരോ പൊസിഷൻസ് ഉണ്ട്. ആ പൊസിഷൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അവര്. ഈ ആൽഫ എന്ന് പറഞ്ഞ ആംഗിൾ എവിടെയായിരിക്കണം? ആൽഫ എന്ന് പറഞ്ഞ ആംഗിൾ എവിടെയാണെന്നാ പറയുന്നത്? യെസ്, ആൽഫ എന്ന് പറഞ്ഞ ആംഗിൾ വരുന്നത് ബിക്കും സിക്കും ഇടയിലാണ്. അപ്പൊ എഡ്ജ് ലെങ്ത് ആയിട്ടുള്ള ബിയുടെയും സിയുടെയും ഇടയിലാണ് ആര് വരുന്നത്? നമ്മുടെ ആൽഫ എന്ന് പറഞ്ഞ ആംഗിൾ വരുന്നത്. ഓക്കെ അല്ലെ? ആൽഫ എന്ന് പറഞ്ഞ ആംഗിൾ വരുന്നത് എവിടെയാണ്? എഡ്ജ് ലെങ്ത്തുകൾ. ഏതൊക്കെ എഡ്ജ് ലെങ്ത് ആണ്? ബി, സി പറഞ്ഞിട്ട് 2 എഡ്ജ് ലെങ്ത് ഉണ്ട്. ആ 2 എഡ്ജ് ലെങ്ത്തുകളുടെ ഇടയിലാണ് ആൽഫ ആംഗിൾ വരുള്ളൂ. ബീറ്റ ആംഗിൾ വരുന്നത് എ, സി എന്ന് പറഞ്ഞ 2 എഡ്ജ് ലെങ്ത്തുകളുടെ ഇടയിലാണ്. ഗാമ എന്ന് പറഞ്ഞ ആംഗിൾ വരുന്നത് എ, ബി എന്ന് പറഞ്ഞ 2 എഡ്ജ് ലെങ്ത്തുകളുടെ ഇടയിലാണ്. പിടികിട്ടിയല്ലോ? അപ്പോ ഏതൊക്കെയാ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നോക്കി, ആൽഫ വരുന്നത് ബിക്കും സിക്കും ഇടയിലാണ്, ബീറ്റ വരുന്നത് എക്കും സിക്കും ഇടയിലാണ്, ആൻഡ് അഗെയിൻ ഗാമ വരുന്നത് എക്കും ബിക്കും ഇടയിലാണ്. പിടികിട്ടിയല്ലോ? ഓക്കെ അല്ലേ? ക്ലിയർ ആയല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഒന്നുകൂടി നമ്മൾ ആ ഒരു യൂണിറ്റ് സെല്ലിനെയും ക്രിസ്റ്റൽ ലാറ്റിസിനെയും നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസിനെ ഓരോ പോയിന്റുകളായിട്ട് നമ്മൾ 3 ഡയമെൻഷനലി റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത് എന്നുണ്ടെങ്കിൽ, ആ ക്രിസ്റ്റൽ ലാറ്റിസിലെ ഏറ്റവും സ്മോളസ്റ്റ് പോർഷൻ, അതും റിപ്പീറ്റിംഗ് ആയിട്ടുള്ള സ്മോളസ്റ്റ് പോർഷനെയാണ് നമ്മൾ യൂണിറ്റ് സെല്ലുകൾ എന്ന് പറയുന്നത്. ഈ യൂണിറ്റ് സെല്ലിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അവരുടെ എഡ്ജ് ലെങ്ത് ആണ്. എ, ബി, സി എന്ന് പറഞ്ഞ 3 എഡ്ജ് ലെങ്ത് ആണ് യൂണിറ്റ് സെല്ലുകൾക്കുള്ളത്. അതേപോലെ തന്നെ അവരുടെ ആംഗിൾസ്, അതിനുമൊപ്പം തന്നെ അവരുടെ ആംഗിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൽഫ, ബീറ്റ, ഗാമ എന്ന് പറഞ്ഞ 3 ആംഗിൾസ് ആണുള്ളത്. ആൽഫ എന്ന് പറഞ്ഞ ആംഗിൾ ബിക്കും സിക്കും ഇടയിലാണ്, ബീറ്റ ആംഗിൾ വരുന്നത് എക്കും സിക്കും ഇടയിലാണ്, ആൻഡ് ഗാമ ആംഗിൾ വരുന്നത് എക്കും ബിക്കും ഇടയിലാണ്. ഓക്കെ അല്ലേ? ഇതിന്റെ പിക്ചർ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. യെസ്, ഇത് കണ്ടോ? ഇതാണ് ക്രിസ്റ്റൽ ലാറ്റിസ് ആൻഡ് യൂണിറ്റ് സെൽ. കാണാണ്ടാവില്ലോ ചിത്രം? നോക്കിയേ, ഇതാ ഈ റൈറ്റ് സൈഡിൽ തന്നിട്ടുള്ളതാണ് ക്രിസ്റ്റൽ ലാറ്റിസ്. പിടികിട്ടിയോ? ഈ ക്രിസ്റ്റൽ ലാറ്റിസിൽ ഓരോ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഈ നീല കളറിലും ഈ ചുമപ്പ് കളറിലൊക്കെ കാണിച്ചിട്ടില്ലേ? ബോൾസ് ആയിട്ട്. ഇതാണ് പോയിന്റ്സ്. ഇത് മേ ബി ആറ്റംസ് ആവാം, അയോണുകളാവാം, മോളിക്യൂൾസ് ആവാം. ഇതിനിപ്പോ കണ്ടത് ഒരു 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ആണ്. ഇതിപ്പോ നമ്മൾ ഈ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്നു, ഇനി സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ ബാക്ക് സൈഡ്, അതിന്റെ ഇപ്പുറത്തെ സൈഡ് അല്ലെ, ഒരു 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. 2D എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ സ്വയം പേപ്പറിൽ വരയ്ക്കുന്ന പോലെയല്ല. 3 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് 4 വശങ്ങളിലും അല്ലെ, എല്ലാ വശങ്ങളിലും നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് അതിന്റെ ആ ഒരു അറേഞ്ച്മെന്റ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും. അപ്പൊ ശ്രദ്ധിക്കണേ, ഇതിൽ നമ്മൾ എന്ത് പറയുകയാണെങ്കിലും അത് 3D ആയിട്ട് നിങ്ങൾ ചിന്തിക്കണം. ഓക്കെ ആണല്ലോ? ഇതാണ് ഇതിന്റെ 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ്, ക്രിസ്റ്റൽ ലാറ്റിസ്. ഈ ക്രിസ്റ്റൽ ലാറ്റിസിൽ ഒരു പച്ച കളറിൽ കാണിച്ചിരിക്കുന്നത് കണ്ടോ? ആ ചെറിയ പോർഷൻ, അതാണ് ഇതിന്റെ യൂണിറ്റ് സെൽ. അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു വീണ്ടും കാണിച്ചു തന്നിട്ടുണ്ട്. കണ്ടോ യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞിട്ട്? കണ്ടോ? അതിൽ 4 എണ്ണം വലിയ ബോൾസും 4 ചെറിയ ബോൾസും, അതൊക്കെ അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്നുള്ള ഒരു റെപ്രസെന്റേഷനിൽ കൊടുത്തിട്ടുള്ളതാണെന്ന് മാത്രം, വേറെ പ്രത്യേകിച്ച് ഒന്നുമല്ല. ഓക്കെ അല്ലെ? ഓരോ കോർണേഴ്സിലും കണ്ടോ പാർട്ടിക്കിൾസ് ഇരിക്കുന്നത് കണ്ടോ? ഇതാണ് അതിന്റെ യൂണിറ്റ് സെല്ല്. ഇത്തരത്തിലുള്ള യൂണിറ്റ് സെല്ലുകൾ ഇതേപോലെയുള്ള ഈ പച്ച നിറത്തിലുള്ള കുറെ യൂണിറ്റ് സെല്ലുകൾ ഇങ്ങനെ ചേർന്നിട്ടാണ് ഒരു വലിയ ക്രിസ്റ്റൽ ലാറ്റിസ് ഉണ്ടാവുന്നത്. മനസ്സിലായോ? ഇതേപോലുള്ള ക്രിസ്റ്റൽ ലാറ്റിസ് ഇങ്ങനെ ചേർന്നിട്ടാണ് ഇപ്പൊ NaCl, KCl അങ്ങനെയൊക്കെയുള്ള ഓരോ കോമ്പൗണ്ടുകൾ ഇങ്ങനെ ഫോം ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ നമ്മൾ ഇനി വരുന്നുണ്ട്, ഈ ചാപ്റ്ററിന്റെ ബാക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിടികിട്ടിയല്ലേ? അപ്പൊ ക്രിസ്റ്റൽ ലാറ്റിസും യൂണിറ്റ് സെല്ലും ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവന്നില്ലേ? പിടികിട്ടിയല്ലോ? അപ്പൊ നമ്മൾ പറയുമ്പോൾ ക്ലിയർ ആവുന്നേക്കാട്ടിലും ചിത്രം കാണുമ്പോൾ ഒന്നും കൂടി നമുക്ക് മനസ്സിലായില്ലേ? ഇതാണ് ക്രിസ്റ്റൽ ലാറ്റിസ്. അതേപോലെ ഇപ്പൊ നോക്കി, ഇതൊരു യൂണിറ്റ് സെല്ലാണ് അല്ലെ? ഇതൊരു യൂണിറ്റ് സെല്ലാണ്. ഇതിപ്പോ 1 യൂണിറ്റ് സെല്ലാണ്. ഇതേപോലെ ഇതും എന്താണ്? രണ്ടാമത്തെ ഒരു യൂണിറ്റ് സെല്ലാണ്. അതുപോലെ തന്നെ ഇതാ ഇയാളും അല്ലെ, ഇതും എന്താണ്? ഒരു യൂണിറ്റ് സെല്ലാണ്. മൂന്നാമത്തത് ഇതൊരു യൂണിറ്റ് സെല്ലാണ്. നാലാമത്തത്. 4 എണ്ണാണുള്ളൂ? അല്ല, ഇനി ഇതിന്റെ അപ്പുറത്തേക്കും വരും അല്ലെ, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് ഒരു 3D പിക്ചർ നിങ്ങൾ മനസ്സിലേക്ക് നോക്കി. അങ്ങനെ ഇതിപ്പോ 4 യൂണിറ്റ് സെല്ല് ചേർന്നിട്ടാണ് ഇതല്ലേ. ഇതേപോലെ ഇനിയും ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും മുകളിലേക്കും താഴത്തേക്കൊക്കെ അറേഞ്ച്മെന്റ് വരുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് രൂപം കൊള്ളുന്നത്. ഓക്കെ അല്ലെ? ക്രിസ്റ്റൽ ലാറ്റിസ് രൂപം കൊള്ളുന്നത്. പിടികിട്ടിയല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ക്രിസ്റ്റൽ ലാറ്റിസ് ആയി, യൂണിറ്റ് സെല്ലായി.
ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോയാലോ? യെസ്, പോകാം. അടുത്ത ഭാഗത്തേക്ക് പോകാം. അതിന് മുന്നേ ഈ ആൽഫ ബീറ്റ ഗാമ നമുക്കൊന്ന് നോക്കി നോക്കാം. ആൽഫ ബീറ്റ ഗാമയുടെ ചിത്രം ഒന്ന് കാണിച്ചു തരാം. അതും കൂടി കാണിച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് പോർഷനിലേക്ക് പോവാം. ഓക്കെ, യെസ്, ദാ ആൽഫ ബീറ്റ ഗാമ പാരാമീറ്റേഴ്സ് ഓഫ് യൂണിറ്റ് സെൽ. ക്ലാരിറ്റി കുറച്ച് കുറവുണ്ട്. പാരാമീറ്റേഴ്സ് ഓഫ് എ യൂണിറ്റ് സെൽ, ഒരു യൂണിറ്റ് സെല്ലിന്റെ പാരാമീറ്റേഴ്സ് ആണ് ഈ ആൽഫ ബീറ്റ ഗാമ, അതുപോലെ എഡ്ജ് ലെങ്ത് ആയിട്ടുള്ള എ ബി സി എന്നൊക്കെ പറയുന്നത് അതിന്റെ പാരാമീറ്റേഴ്സ് ആണ്. ഓക്കെ, നമ്മൾ അങ്ങനെയാണ് നമ്മൾ അതിനെ പറയാറുള്ളത്. ഓക്കെ, നോക്കിയേ, എ ബി സി കണ്ടോ, 3 എഡ്ജ് ലെങ്തുകൾ കാണിച്ചിരിക്കുന്നത് കണ്ടോ. എ എവിടേക്കാണ് എ വന്നിട്ടുള്ളത്? യെസ്, എ ഇങ്ങോട്ടേക്കാണ് എ വരുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് ബി വരുന്നുണ്ട്, മുകളിലേക്കാണ് സി വന്നിട്ടുള്ളത്. ഓക്കെ അല്ലെ? എ ബി സി തന്നിട്ടുണ്ട്. ഇതില് എക്കും ബിക്കും കണ്ടോ, എക്കും ബിക്കും ഇടയിലാണ് ഗാമ എന്ന് പറഞ്ഞ ആംഗിൾ വരുന്നത്. ബിക്കും സിക്കും ഇടയിലാണ് ആൽഫ എന്ന് പറഞ്ഞ ആംഗിൾ വരുന്നത്. എക്കും സിക്കും ഇടയിലാണ് ബീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ വരുന്നത്. ചിത്രത്തിൽ കണ്ടോ, മനസ്സിലായല്ലോ? ഇതേപോലെ തന്നെയാണ് എല്ലാ യൂണിറ്റ് സെല്ലുകൾക്കും ട്ടോ. ഇങ്ങനെയുള്ള കുറെ യൂണിറ്റ് സെല്ലുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടാണ് ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് രൂപം കൊള്ളുന്നത്. കിട്ടിയില്ലേ? അപ്പൊ നമ്മുടെ പാരാമീറ്റേഴ്സ് മനസ്സിലായോ? ആൽഫ ബീറ്റ ഗാമ, അതുപോലെ തന്നെ എഡ്ജ് ലെങ്ത് ആയിട്ടുള്ള എ ബി സി. ഓക്കെ അല്ലെ? ആംഗിൾസും എഡ്ജ് ലെങ്ത്തും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു എ ബി സി അതുപോലെ തന്നെ എഡ്ജ് ലെങ്ത് വെച്ചിട്ട് നമുക്ക് എന്തുണ്ട്, നമ്മുടെ കുറച്ച് കൂടുതൽ ക്രിസ്റ്റൽ ലാറ്റിസുകൾ, ഒരു 7 എണ്ണൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അവിടെ എഡ്ജ് ലെങ്ത്, അതുപോലെ ഇവിടെ ആംഗിൾസ് അതൊക്കെ വ്യത്യാസപ്പെട്ട് വരുന്നു. 90 ഡിഗ്രി, 120 ഡിഗ്രി, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഒരു 7 ക്രിസ്റ്റൽ ലാറ്റിസ്, നമ്മൾ ബ്രേവിയസ് ലാറ്റിസ് എന്നാണ് അതിന് പറയാറുള്ളത്. അത് നമുക്കൊരു ടേബിൾ ആയിട്ട് ഇപ്പൊ നമ്മൾ ഇതിൽ കാണിച്ചു തരും. അപ്പൊ നമുക്കിത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ അല്ലെ? പിടികിട്ടിയല്ലോ? ഓക്കെ, നമുക്ക് ഈ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം അല്ലെ? യെസ്, ഓക്കെ, യെസ്, യൂണിറ്റ് സെൽ. യൂണിറ്റ് സെൽ എന്താന്ന് പഠിച്ചു, യൂണിറ്റ് സെല്ലിന്റെ പാരാമീറ്റേഴ്സ് പഠിച്ചു. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് യൂണിറ്റ് സെല്ലിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. യൂണിറ്റ് സെല്ലിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. യൂണിറ്റ് സെല്ലിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്നും രണ്ടാമത്തത് സെന്റേർഡ് യൂണിറ്റ് സെൽ എന്നും. പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്നും രണ്ടാമത്തത് സെന്റേർഡ് യൂണിറ്റ് സെൽ എന്നും പറഞ്ഞ് നമുക്ക് യൂണിറ്റ് സെല്ലിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ അല്ലെ? ഇനി സെന്റേർഡ് യൂണിറ്റ് സെല്ലിനെ വീണ്ടും നമുക്ക് 3ആയിട്ട് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരാം. ഒന്നാമത്തത് ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ, രണ്ടാമത്തത് ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ, മൂന്നാമത്തത് എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെൽ. പിടികിട്ടിയോ? ഒന്നാമത്തത് ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ, രണ്ടാമത്തത് ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ, മൂന്നാമത്തത് എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെൽ. ഓക്കെ അല്ലേ? അപ്പൊ യൂണിറ്റ് സെൽസിനെ നമുക്ക് രണ്ടായിട്ടാണ് ക്ലാസിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഒന്ന് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ, രണ്ട് സെന്റേർഡ് യൂണിറ്റ് സെൽ. സെന്റേർഡ് യൂണിറ്റ് സെല്ലിനെ എഗെയിൻ നമുക്ക് BCC എന്ന് പറഞ്ഞാൽ ബോഡി സെന്റേർഡ്, FCC എന്ന് പറഞ്ഞാൽ ഫേസ് സെന്റേർഡ്, ECC എന്ന് പറഞ്ഞാൽ എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെൽ. പിടികിട്ടിയല്ലോ? ഓക്കെ അല്ലെ? ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ യൂണിറ്റ് സെല്ലും എന്താണെന്നും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നും നമുക്കൊന്ന് നോക്കാം. ഓക്കെ അല്ലെ? ഫസ്റ്റ് വൺ ഈസ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. എന്താണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒന്നാമത്തത് ഓക്കെ ആണല്ലോ. എന്താണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് ഓൺലി ഓൺ ദ കോർണർ പൊസിഷൻസ് ഓഫ് യൂണിറ്റ് സെൽ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്. എന്താണ്? നമ്മുടെ ആരാണ്? കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്. കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് ഓൺലി ഓൺ ദ കോർണർ പൊസിഷൻ. ഓക്കെ അല്ലേ? ഒരു യൂണിറ്റ് സെല്ലിന്റെ കോർണർ പൊസിഷൻ നമ്മൾ നേരത്തെ കണ്ടില്ലേ? കോർണർ പൊസിഷനിലാണല്ലോ നേരത്തെ നമ്മൾ ബ്ലൂ കളറിലും റെഡ് കളറിലും കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഇരിക്കുന്നത് കണ്ടല്ലോ. സോ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് ഓൺലി അറ്റ് ദി കോർണേഴ്സ്. അവരെയാണ് നമ്മൾ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എവ്രി ആറ്റം അറ്റ് ദ കോർണർ ഈസ് ഷെയർഡ് എമംഗ് 8 അഡ്ജസന്റ് യൂണിറ്റ് സെൽസ്. ആണോ? അതായത് ഓരോ ആറ്റത്തും, അതായത് കോർണറിലുള്ള ഓരോ ആറ്റവും അതിന് തൊട്ടടുത്ത് കിടക്കുന്ന 8 യൂണിറ്റ് സെല്ലുകളുമായി ഷെയർഡ് ആയിരിക്കും അല്ലെ? ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് നിങ്ങൾ മനസ്സിലേക്ക് കണ്ടുനോക്കിയേ. നിങ്ങൾ ഇനി മൈൻഡിൽ കൊണ്ടുവരിക ക്രിസ്റ്റൽ ലാറ്റിസിനെ. 3 ഡയമെൻഷണൽ ചിത്രത്തിനൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. അതില് ഒരു യൂണിറ്റ് സെൽ എന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. ആ യൂണിറ്റ് സെല്ലിന്റെ ഏതെങ്കിലും ഒരു കോർണറിൽ ഒരു ആറ്റം ഇരിക്കുന്നുണ്ട്. ആ ആറ്റം എന്ന് പറയുന്നത് അതിന് ചുറ്റും 3 ഡയമെൻഷനിലാണ്, ശ്രദ്ധിക്കണം, 2D അല്ല 3 ഡയമെൻഷനിലാണ്. അപ്പൊ അതിന് ചുറ്റും കിടക്കുന്ന
യൂണിറ്റ് സെല്ലുകളുമായിട്ട്, അതിന്റെ ചുറ്റും കിടക്കുന്ന 8 യൂണിറ്റ് സെല്ലുകളുമായിട്ട് ആ ഒരു കോർണറിൽ കിടക്കുന്ന ആറ്റം എങ്ങനെയായിരിക്കും? ഷെയർഡ് ആയിരിക്കും. അതെ, അതെങ്ങനെ 8 യൂണിറ്റ് സെല്ലുകൾ വരുന്നത്? യെസ്, ഒരു യൂണിറ്റ് സെല്ലിലെ ഒരു യൂണിറ്റ് സെല്ലിൽ ഒരു ആറ്റം ഇരിക്കുമ്പോൾ അത് ആ ഒരു ലെയറിലുള്ള ആൾക്കാരുമായിട്ടും അതിന്റെ താഴത്തോ മുകളിലോ ഇനിയൊരു ലെയർ വന്നൂടെ, അതിലുള്ള ബാക്കി 4 ആറ്റംസുമായിട്ടും എന്ത് ചെയ്യുന്നുണ്ടാവും? യെസ്, ഈ ഒരു ആറ്റം അതിന്റെ ഇലക്ട്രോണിനെ ഇലക്ട്രോണിനല്ല, അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിനെ ഷെയർ ചെയ്യുന്നുണ്ടാകും. ആണോ? നമുക്കൊന്ന് നോക്കിയാലോ, ഒന്ന് നമുക്ക് പറഞ്ഞു ചിത്രത്തിലൊന്ന് നോക്കിയാലോ. യെസ്, ചിത്രം അവിടെ, ഇതാണ് നമ്മുടെ ചിത്രം അല്ലെ. വെയിറ്റ്, ഇതാണ് നമ്മുടെ ചിത്രം, ഒരു മിനിറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ചിത്രം. ഇതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ആറ്റത്തിനെ പിടുത്തെ, ഏത് ആറ്റത്തിനെ എടുക്കുന്ന നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ഏതെങ്കിലും ഒരു കോർണറത്തെ ഒരു ആറ്റത്തിനെ നമ്മൾ കൺസിഡർ ചെയ്യാന്ന് വിചാരിച്ചോളൂ. ഇതാ ഈ ഒരു ആറ്റത്തിനെ നമ്മൾ എടുത്തു എന്ന് വിചാരിച്ചോളൂ. ഈ ഒരു ആറ്റം എന്ന് പറയുന്നത് എന്താണ്? അത് വേണ്ട, ഈ ആറ്റത്തിനെ എടുത്താൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല. ഇവിടത്തെ ആറ്റത്തിനെ എടുക്കാം നമുക്ക്. അപ്പൊ മോളിക്കും താഴ്ത്തിക്കൊക്കെ ആൾക്കാരുണ്ടാവുമല്ലോ. ഈ ഒരു ആറ്റം, അപ്പൊ ഒരു യൂണിറ്റ് സെൽ, ഇതിപ്പോ ഈ ഏത് യൂണിറ്റ് സെൽ വേണമെന്ന് നോക്കാം. ഈ പച്ച യൂണിറ്റ് സെല്ലിനെ നിങ്ങൾ എടുത്തോളൂ കേട്ടോ. ഈ പച്ച യൂണിറ്റ് സെല്ലിനെ നിങ്ങൾ കണക്കാക്കുക. ഓക്കെ അല്ലെ? ഈ പച്ച യൂണിറ്റ് സെല്ലിന്റെ ഒരു കോർണറിൽ ഒരു ആറ്റം ഇരിക്കുന്നുണ്ട്, ആണല്ലോ. ഈ ആറ്റം എന്ന് പറയുന്നത്, ഈ ആറ്റം ഇരിക്കുന്ന ഒരൊറ്റ ലെയർ ഉണ്ടല്ലോ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരച്ച് കാണിച്ചു തരാം. ഈ ഒരു ലെയർ കണ്ടോ? ഈ ഒരു ലെയർ കണ്ടോ? ഇവിടെയുള്ള 4 യൂണിറ്റ് സെല്ലുകളുമായിട്ട് ഈ ഒരു ആറ്റത്തിനെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി ഈ ആറ്റം ഇരിക്കുന്നതിന്റെ തൊട്ട് മുകളിൽ കണ്ടോ, ഇതൊരു യൂണിറ്റ് സെല്ലല്ലേ? ഇവിടെയുള്ള യൂണിറ്റ് സെല്ലുകളുമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഈ നടുക്കിൽ കിടക്കുന്ന ഈ ഒരു ബ്ലൂ ആറ്റം ഷെയർഡ് ആണ്. അപ്പൊ താഴത്ത് 4 എണ്ണം, അടിയിൽ 4 എണ്ണം, മുകളിൽ 4 എണ്ണം. ഓക്കെ അല്ലേ? 4+4 എന്ന് പറയുമ്പോൾ മൊത്തം 8 യൂണിറ്റ് സെൽ. പിടികിട്ടിയോ? ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രമായില്ല, 3 ഡയമെൻഷനിൽ ആണ്. അപ്പൊ നമുക്ക് ചിത്രത്തിൽ കാണിച്ചു തരുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് 2D ഒക്കെ ആണെങ്കിൽ പിന്നെയും നമുക്ക് വരച്ച് കാണിച്ച് മനസ്സിലാക്കാം. 3 ഡയമെൻഷനിൽ ആകുമ്പോൾ നിങ്ങൾ തന്നെ മൈൻഡിൽ അത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോ ഈ ഒരു ആറ്റം എന്ന് പറയുന്നത് ഏത് ആറ്റത്തിനെ ഇപ്പൊ നമ്മൾ പറഞ്ഞത്? യെസ്, ഈ ഒരു ആറ്റം അല്ലെ? ഏത് ആറ്റത്തിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഓക്കെ, ഈ ഒരു ആറ്റം, ഈ ഒരു നീല കളറിൽ കിടക്കുന്ന ഈ ഒരു ആറ്റം എന്ന് പറയുന്നത് താഴെയുള്ള ഇതൊരു യൂണിറ്റ് സെല്ലാണ് അല്ലെ? ഇവിടെ ഒരു യൂണിറ്റ് സെല്ലുണ്ട്, 2 എണ്ണം. തൊട്ടിപ്പുറത്തുണ്ട് 3 ഡയമെൻഷനിലാണ് 3 എണ്ണം. തൊട്ടപ്പുറത്തുണ്ട് 4 എണ്ണം. താഴത്തുള്ള 4 പേരുമായിട്ട് എന്താണ്? യെസ്, ഈ ഒരു ആറ്റം ഷെയർഡ് ആണ്. ഈ താഴത്ത് 4 പേരുണ്ട് എന്നുണ്ടെങ്കിൽ അതേ 4 പേര് എന്തുണ്ടാവും? മുകളിലുണ്ടാകും. അപ്പൊ മുകളിൽ 4 പേരുമായിട്ടും ഈ ആറ്റം ഷെയർഡ് ആണ്. അങ്ങനെ മൊത്തം 8 യൂണിറ്റ് സെല്ലുകളുമായിട്ടാണ് ഈ ഒരു കോർണറിൽ കിടക്കുന്ന ആറ്റം ഷെയർഡ്. ഇപ്പൊ കിട്ടിയോ? ഞാൻ പറഞ്ഞ കാര്യം ഇപ്പൊ മൈൻഡിൽ മനസ്സിലായോ? ഓക്കെ അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ഒന്നും കൂടി നോക്കി നോക്കിയേ. ഒരു പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് ഒരു പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. ഇപ്പൊ ഞാൻ ഈ പച്ച കളറിൽ കാണിച്ചിട്ടില്ലേ, ഇയാള്, ഇത് തന്നെയാണ് ഒരു പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. കാരണം അതിന്റെ കോർണേഴ്സിൽ മാത്രമേ എന്തുള്ളൂ? കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഉള്ളൂ. ഇനി ഇവരുടെ പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ കോർണറിൽ കിടക്കുന്ന ഒരു ആറ്റം, അതിപ്പോ ഏത് ആറ്റം വേണമെങ്കിലും ആവാം. ഇനിയിപ്പോ ഇതല്ല, ഇതെടുത്തോളൂ, ഈ ആറ്റം ആകാം. ഇനി അതുമല്ല, നിങ്ങൾക്ക് ഇതാ വേണ്ടത് ഈ ആറ്റം എടുത്തോളൂ. ഏത് ആറ്റം നിങ്ങൾ എടുത്താലും, ഏത് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് നമ്മൾ സെലക്ട് ചെയ്താലും ആ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ വന്നിട്ട് അതിന്റെ ചുറ്റും കിടക്കുന്ന 8 യൂണിറ്റ് സെല്ലുകളുമായിട്ട് ഷെയർഡ് ആയിരിക്കും. പിടികിട്ടിയോ ഞാൻ പറഞ്ഞ കാര്യം? ആ 4 എണ്ണം എന്ന് പറയുന്നത് ഈ ആറ്റം കിടക്കുന്ന അതേ ലെയറിൽ വരുന്ന 4 യൂണിറ്റ് സെല്ലുകളും. ഇനി 4 യൂണിറ്റ് സെല്ലുകൾ ഒന്നില്ലെങ്കിൽ മുകളിലാകാം, അല്ലെങ്കിൽ താഴെയാവാം. ഇയാളിപ്പോ ഈ ഒരു കണ്ടോ, ഈ കിടക്കുന്ന യൂണിറ്റ് സെൽ ഇപ്പൊ താഴെയല്ലേ? അപ്പൊ ഇയാളുടെ താഴെ കിടക്കുന്ന ആൾക്കാരുമായിട്ടായിരിക്കും 4 എണ്ണം ഷെയർ ചെയ്യുന്നുണ്ടാവുന്നത്. ഇനി ഇതാ നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇതെവിടെയായിരിക്കും? മുകളിൽ കിടക്കുന്ന 4 പേരുമായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുന്നത്? യെസ്, ഈ ഒരു ആറ്റത്തിനെ ഷെയർ ചെയ്യുന്നുണ്ടാവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അപ്പർ ഓർ ലോവർ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പർ ഓർ ലോവർ എന്ന് പറയാനുള്ള കാരണം അതാണ്. ഏത് വേണമെങ്കിലും ആവാം കേട്ടോ, ഏത് വേണമെങ്കിലും ആവാം, മുകളിലോ താഴത്തോ. അപ്പർ ഓർ ലോവർ ലെയറുമായിട്ടുള്ള 4 യൂണിറ്റ് സെല്ലുകളുമായിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നുണ്ടാവുന്നത്? ആ ഒരു ആറ്റത്തിനെ ഷെയർ ചെയ്യുന്നുണ്ടാവുന്നത്. പിടികിട്ടിയോ? അപ്പൊ നമ്മൾ പറഞ്ഞു കോർണർ പൊസിഷനിലായിരിക്കും ആറ്റംസ് ഉണ്ടാവുന്നത്. ഓരോ ആറ്റവും ഓരോ കോർണറിൽ കിടക്കുന്ന ആറ്റം അറ്റ് ദ കോർണറും അതിന്റെ ചുറ്റുമുള്ള 8 അഡ്ജസന്റ് യൂണിറ്റ് സെല്ലുകളുമായിട്ട് ഷെയർഡ് ആയിരിക്കും. 4 സെല്ലുകൾ എവിടെയായിരിക്കും? സെയിം ലെയറിലായിരിക്കും 4 സെല്ലുകൾ ഉണ്ടാവുന്നത്. ബാക്കി 4 യൂണിറ്റ് സെല്ലുകൾ ഒന്നില്ലെങ്കിൽ അപ്പർ അല്ലെങ്കിൽ ലോവർ ലെയറിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്.
പിടികിട്ടിയല്ലോ, ചിത്രം മനസ്സിലായല്ലോ അല്ലെ? ചിത്രമൊക്കെ നമ്മൾ താഴത്ത് തന്നിട്ടുണ്ട്, അത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ അല്ലേ? ചിത്രം എന്താ കണ്ടോ, ഞാൻ ചിത്രം വരച്ച് തന്നിട്ടില്ലേ? നോക്കിയേ, ഇതാണ് ഒരു പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. കണ്ടോ, ഇതാണ് ചിത്രം, ഇതാണ് ഒരു പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. കോർണേഴ്സിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് സെന്റേർഡ് യൂണിറ്റ് സെല്ലിലേക്ക് പോയാലോ? യെസ്, അടുത്തതാണ് സെന്റേർഡ് യൂണിറ്റ് സെൽ. എന്താണ് സെന്റേർഡ് യൂണിറ്റ് സെൽ? രണ്ടാമത്തെ. അപ്പോ നമ്മൾ യൂണിറ്റ് സെല്ലിന്റെ ക്ലാസിഫിക്കേഷനിൽ ഒരാളെ പഠിച്ചു കഴിഞ്ഞു, പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ല്. രണ്ടാമത്തത് സെന്റേർഡ് യൂണിറ്റ് സെല്ലാണ്. ഈ സെന്റേർഡ് യൂണിറ്റ് സെല്ല് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നതിന് മുന്നേ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ തന്നെ ഒന്നുമില്ല, അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ബാക്കിയുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ്. BCC, FCC, ECC, ഇവരെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ആരെ കുറിച്ച് പഠിക്കാം? ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ അഥവാ BCC നെ കുറിച്ച് പഠിക്കാം. ഓക്കെ അല്ലെ? BCC തന്നെയാണ് ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ. ഓക്കെ അല്ലെ? എന്താ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആർ അറ്റ് ഓൾ ദി കോർണേഴ്സ്. ശരിയാണ്, എല്ലാ കോർണേഴ്സിലും കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഉണ്ട്, ആസ് വെൽ ആസ് അറ്റ് ദ സെന്റർ ഓഫ് ദ യൂണിറ്റ് സെൽ. ചിത്രം നോക്കിയേ, കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എല്ലാ കോർണേഴ്സിലും ഉണ്ട്, അതിലുപരി എവിടെ കൂടി ഉണ്ടാകും? ഈ സെന്ററിൽ കൂടി ഉണ്ടാകും. ഏതിന്റെ സെന്ററിൽ? യൂണിറ്റ് സെല്ലിന്റെ സെന്റർ. 3 ഡയമെൻഷനിൽ ചിന്തിക്കണം, 3 ഡയമെൻഷനിൽ നമ്മൾ തിങ്ക് ചെയ്യണം. യൂണിറ്റ് സെല്ലിന്റെ സെന്ററിലാണ് ഒരു ആറ്റം വരുന്നത്. അതിനാണ് നമ്മൾ ബോഡി സെന്റേർഡ്. ബോഡി സെന്റേർഡ്, ബോഡി സെന്റേർഡ് എന്ന് പറയുമ്പോൾ യൂണിറ്റ് സെല്ലിന്റെ സെന്ററിൽ ഒരു ആറ്റം വന്നു, അതാണെങ്കിൽ അത് ബോഡി സെന്റേർഡ് ആണ്. ഇനി യൂണിറ്റ് സെല്ലിന്റെ സെന്ററിൽ ഒന്നുമില്ല, വേറെ എവിടെയും ഇല്ല, അല്ലാതെ കോർണേഴ്സിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ അത് പ്രിമിറ്റീവ് ആണ്. പ്രിമിറ്റീവ് സെല്ലിലെ സെന്ററിൽ കൂടി ആറ്റം വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ആളിലേക്ക് പോയാലോ? യെസ്, അടുത്ത ആളാണ് ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ. അടുത്ത ആള് ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ. ഓക്കെ, ചിത്രം കാണിച്ചു തന്നു മാത്രം. ഇത് അടുത്ത ആളുടെ ഞാൻ പറയുമ്പോൾ പറഞ്ഞുതരാം. ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ. യെസ്, ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ, FCC. The constituent particles at all the corners as well as at the center of each face. അപ്പൊ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് കോർണേഴ്സിൽ പ്രസന്റ് ആണ്, അതിലുപരി എവിടെ കൂടിയുണ്ട്? കോർണേഴ്സിനോടൊപ്പം തന്നെ ഓരോ ഫേസുകളുടെ സെന്ററിലും ആറ്റംസ് പ്രസന്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. പിടികിട്ടിയോ? അപ്പോ എത്ര ഫേസസ് ഉണ്ട്? ഒരു യൂണിറ്റ് സെൽ എത്ര ഫേസസ് ഉണ്ട്? 6 ഫേസസ് ഉണ്ട് അല്ലെ? ഫസ്റ്റ് നമുക്ക് പറയാം, നമുക്ക് ചിത്രം നോക്കിയിട്ട് നമുക്ക് പറഞ്ഞുതരാം, അത് എന്നാലും നമുക്ക് ക്ലിയർ ആവുള്ളൂ. യെസ്, ഇതാണ് ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് കണ്ടോ, ഇതാണ് ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ. അതിൽ ഈ മഞ്ഞ കളറിൽ കാണിച്ചിട്ടുള്ളതൊക്കെ കോർണേഴ്സിലുള്ള ആറ്റംസ് ആണ്. ആ ഒരു പിങ്ക് കളറിൽ കാണിച്ചിട്ടുള്ളതൊക്കെ സെന്ററിൽ, ഫേസുകളുടെ സെന്ററിൽ വരുന്ന യൂണിറ്റ് സെല്ലുകളാണ്. മൊത്തം എത്ര ഫേസസ് ഉണ്ട്? നമുക്കൊന്ന് എണ്ണി നോക്കിയാലോ, എത്ര ഫേസസ് ഉണ്ട്? യെസ്, നോക്കിയേ, ഇത് ഒരു ഫേസ് അല്ലെ? അപ്പൊ ഒരു ആറ്റം ഇവിടെ ഉണ്ട്. ഇത് രണ്ടാമത്തെ ഫേസിന്റെ ആറ്റം. ഇത് ഇങ്ങോട്ടേക്ക് നമ്മളെ നോക്കി നിൽക്കുന്ന ഫേസ് ആണ്, അപ്പൊ മൂന്നാമത്തെ ഫേസിന്റെ ആറ്റം. അതേപോലെ താഴത്തെ ഒരാളുണ്ട്, അത് നാലാമത്തതാണ്. ഇനി ഫ്രണ്ടിലേക്ക് ഒരാളുണ്ട്, ഇയാളുടെ നേരെ ഓപ്പോസിറ്റ് ഇപ്പുറത്തൊന്നുണ്ട്. അപ്പൊ മൊത്തം എത്ര ഫേസ് ഉണ്ട്? ടോട്ടൽ 6 ഫേസ് ആണ് ഉള്ളത്. ടോട്ടലി എത്ര ഫേസ് ഉണ്ട്? മൊത്തം 6 ഫേസസ് ഉണ്ട്. ഈ 6 ഫേസസിലും സെന്ററുകളിൽ ഓരോരോ ആറ്റംസ് പ്രസന്റ് ആണ്. അങ്ങനെ വരുമ്പോഴാണ് ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. പിടികിട്ടിയോ? ഓക്കെ അല്ലേ? അപ്പൊ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് കോർണേഴ്സിൽ മാത്രമല്ല, അതിലുപരി എവിടെയും കൂടി പ്രസന്റ് ആണ്, ഓരോ ഫേസുകളുടെ സെന്ററിൽ കൂടി പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ FCC എന്ന് നമുക്ക് പറയാം. ക്ലിയർഡ് അല്ലേ? ഓക്കെ അല്ലേ? പ്രത്യേകിച്ച് നമുക്ക് വേറെ കുറെ പറഞ്ഞ് നമുക്ക് കൺഫ്യൂസ്ഡ് ആക്കേണ്ട ആവശ്യമില്ല. ഫേസുകൾ ഏതൊക്കെയാ നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ? ഫേസുകൾ 6 ഫേസ് ഉണ്ടാവും. ഒരു ക്യൂബിനെ ഓർത്താൽ മതിയില്ലേ? യൂണിറ്റ് സെൽ എന്ന് പറയുമ്പോൾ ഒരു ക്യൂബിന് മൊത്തം 6 ഫേസസ് ഉണ്ട്. ആ 6 ഫേസുകളുടെ സെന്ററിലും എന്തുണ്ടായിരിക്കും? ഓരോ ആറ്റംസ് ഉണ്ടായിരിക്കും. അപ്പൊ മൊത്തം 6 ആറ്റംസും കൂടാതെ കോർണേഴ്സിലും ആറ്റംസ് പ്രസന്റ് ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആയല്ലോ? പിടികിട്ടിയല്ലോ അല്ലെ? ഇനി നമുക്ക് വീണ്ടും ആ ഭാഗത്തേക്ക് പോയാലോ? അടുത്ത യൂണിറ്റ് സെല്ലിനെ കൂടി പഠിച്ചാലോ? യെസ്, നെക്സ്റ്റ് യൂണിറ്റ് സെല്ലാണ് എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെൽ. അടുത്ത യൂണിറ്റ് സെല്ലാണ് എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെൽ. എന്താണ് ECC അഥവാ എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൺ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ ഈസ് പ്രസന്റ് അറ്റ് ദ സെന്റർ ഓഫ് എനി two opposite faces beside the
ബിസൈഡ്സ് ദ വൺ പ്രസന്റ് അറ്റ് ഇറ്റ്സ് കോർണേഴ്സ്. അതായത് കോർണേഴ്സിൽ ആറ്റംസ് ഉണ്ട്, അതെന്തായാലും ഉണ്ടാവല്ലോ. കോർണേഴ്സിൽ ആറ്റംസ് ഉണ്ട്, അതിന് ഉപരി നമ്മുടെ ഏതെങ്കിലും, ഇന്നത് അവരെടുത്ത് പറയുന്നില്ല, ഏതെങ്കിലും ഓപ്പോസിറ്റ്ലി വരുന്ന രണ്ട് ഫേസുകളുടെ സെന്ററിൽ കൂടി ആറ്റംസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. പിടികിട്ടിയോ? ഏതെങ്കിലും രണ്ട് ഫേസുകൾ, ഏതെങ്കിലും രണ്ട് ഫേസുകൾ അവിടെ ഇവിടെ ആയിട്ട് കാര്യമില്ല, എങ്ങനെ തന്നെ വേണം? ഓപ്പോസിറ്റ് ആയിട്ട് വരണം അല്ലെ, എതിരായിട്ട് വരണം അല്ലെ, ഒരാളുടെ ഓപ്പോസിറ്റ് മറ്റാള്, അങ്ങനെ ഏതെങ്കിലും ഓപ്പോസിറ്റീവ്ലി വരുന്ന രണ്ട് ഫേസുകളുടെ സെന്ററുകളില് ഓരോ ആറ്റംസ് പ്രസന്റ് ആയിരിക്കും. അതുകൂടാതെ ഈ ഒരു യൂണിറ്റ് സെല്ലിന്റെ കോർണേഴ്സിലും ആറ്റംസ് പ്രസന്റ് ആയിരിക്കും. അങ്ങനെ വരുന്ന യൂണിറ്റ് സെല്ലുകളെയാണ് നമ്മൾ എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. കിട്ടിയല്ലോ? ഇതിന്റെ ചിത്രം നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? ഇതിന്റെ ചിത്രം ഏതാണ്? യെസ്, ഇതാണ് ചിത്രം. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. പിടികിട്ടിയല്ലോ? ഇതിൽ നോക്കിയേ, ഈ ബ്ലൂ കളറിൽ നോക്കിയേ, കണ്ടോ? വേറെ കളറിൽ കാണിച്ചു തരാം. യെസ്, ഈ ബ്ലൂ കളറിൽ തന്നിട്ടുള്ളതൊക്കെ എന്താണ്? അവരുടെ ബ്ലൂ കളറിൽ തന്നിട്ടുള്ളതൊക്കെ അവരുടെ സെന്റേഴ്സിൽ വരുന്ന ആറ്റംസ് ആണ്. ബ്ലൂ കളറിൽ തന്നിട്ടുള്ളതൊക്കെ അവരുടെ സെന്റേഴ്സിൽ വരുന്ന ആറ്റംസ് ആണ്. കോർണേഴ്സിൽ കണ്ടോ, കോർണേഴ്സിൽ വരുന്ന ആറ്റംസ് ആണ് ബ്ലൂവിൽ തന്നിട്ടുള്ളത്, കോർണേഴ്സിൽ വരുന്നതാണ് ബ്ലൂവിൽ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ദാ ഇത് കണ്ടോ, ഈ ഒരാള് ദാ ഇതൊന്ന്, ഇതൊന്ന്. ഓക്കെ അല്ലേ? ഇതാണ് എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെല്ലിന്റെ, കണ്ടോ, രണ്ട് ഓപ്പോസിറ്റീവ്ലി വരുന്ന ഫേസുകൾ. ഇനിയിപ്പോ ഇതല്ലാതെ നമുക്ക് ഇതാ ഇവിടെയും കൊടുക്കാം, ഇവിടെയും കൊടുക്കാം. ഇതും എന്താണ്? എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെല്ലാണ്. പിടികിട്ടിയല്ലോ? ഇനിയിപ്പോ ഇതാ ഇവിടെ ഉണ്ട്, ഇതിന് തൊട്ട് ബാക്കിൽ ഇവിടെയും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇതൊന്നും ഇല്ലാതെ ഇവിടെ രണ്ട് ഭാഗത്താണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, കണ്ടോ, ഇത് മാച്ചു, ഇതും മാച്ചു, ഇതും ഇല്ല, ഇതും ഇല്ല, ഇവിടെ രണ്ട് ഭാഗത്ത് മാത്രമേ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇതെന്താണ്? ഇതെന്താണ്? ഇതും എൻഡ് സെന്റേർഡ് ആണ്. പിടികിട്ടിയോ? അപ്പൊ ഏത്, ഓക്കെ അല്ലേ, ഏത് ഫേസുകളുടെ ഏത് സെന്ററുകളിൽ വേണമെങ്കിലും ആവാം. ഓക്കെ ആണല്ലോ? ഏത് ഫേസുകൾ വേണമെങ്കിലും ആവാം, ഓപ്പോസിറ്റ് ആയിട്ട് വരണമെന്ന് നിർബന്ധമായിരിക്കും. ഓപ്പോസിറ്റീവ്ലി വരുന്ന രണ്ട് ഫേസുകളുടെ സെന്ററിലായിരിക്കും എന്തുണ്ടായിരിക്കുന്നത്? ആറ്റംസ് പ്രസന്റ് ആയിരിക്കുന്നത്. അങ്ങനെ വന്നാലാണ് നമ്മൾ എന്തെന്ന് പറയുള്ളൂ? അതിന്റെ എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് നമ്മൾ പറയുള്ളൂ. ഓക്കെ ആണല്ലോ? പിടികിട്ടിയല്ലേ? ഇത്രയാണ് യൂണിറ്റ് സെല്ലിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ പ്രിമിറ്റീവ് പഠിച്ചു, 8 കോർണേഴ്സിൽ വരുന്നത്, അതിൽ സെന്റേർഡ് പഠിച്ചു, സെന്റേർഡിലാണ് ബോഡി സെന്റേർഡ് വരുന്നത്, അതായത് 8 കോർണേഴ്സിലും അതിലുപരി ആ ഒരു ക്യൂബിന്റെ സെന്ററിലും. FCC പഠിച്ചു, 8 കോർണേഴ്സിലും അതിലുപരി ഓരോ ഫേസുകളുടെ സെന്ററുകളിലും. ഓരോ ഫേസുകൾ എന്ന് പറയുമ്പോൾ മൊത്തം 6 ഫേസ് ആണ്, 6 ഫേസിന്റെ സെന്ററിലും ആറ്റംസ് ഉണ്ടായിരിക്കും. ECC പഠിച്ചു, ECCയിൽ 8 കോർണേഴ്സിലും ആറ്റംസ് ഉണ്ടാകും, അതിലുപരി ഓപ്പോസിറ്റീവ്ലി വരുന്ന രണ്ട് ഫേസുകളുടെ സെന്ററിലും ആറ്റംസ് ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് നമ്പർ ഓഫ് ആറ്റംസ്. ആറ്റത്തിന്റെ എണ്ണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഓരോ യൂണിറ്റ് സെല്ലും ECC, FCC, BCC, പ്രിമിറ്റീവ്, ഇവരുടെ ഓരോ യൂണിറ്റ് സെല്ലുകളുടെയും നമ്പർ ഓഫ് ആറ്റംസ്, എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട് ടോട്ടലി, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് പഠിക്കണം. ഓക്കെ അല്ലേ? അതൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കണം. ആദ്യം തന്നെ നമുക്ക് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എടുക്കാം. ഒന്നുകൂടി പറഞ്ഞോട്ടെ, ഈ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിനെ തന്നെയാണ് കേട്ടോ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. രണ്ട് പേരുകളുണ്ട്. ഇനി പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിന് പകരം സിമ്പിൾ എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് പുതിയൊരു സംഭവമാണെന്ന് വിചാരിക്കരുത്. സിമ്പിൾ എന്ന് പറഞ്ഞാലും പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാലും രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ അല്ലേ? ഇനി പ്രിമിറ്റീവ് അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ. ആറ്റംസ് ആർ പ്രസന്റ് അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദ യൂണിറ്റ് സെൽ. Every atom at the corner is shared between 8 adjacent unit cells. 4 unit cells are present at the same layer. 4 unit cells are present in the upper or lower layer. Therefore, a particular unit cell has the only 1/8 of an atom. പറഞ്ഞു കഴിഞ്ഞ കാര്യമല്ലേ? അതായത് കോർണേഴ്സിലായിരിക്കും ഓരോ ആറ്റംസും പ്രസന്റ് ആയിരിക്കുന്നത്. ഈ കോർണേഴ്സിൽ കിടക്കുന്ന ഓരോ ആറ്റവും അതിന്റെ തൊട്ടടുത്തുള്ള 8 യൂണിറ്റ് സെല്ലുകളുമായിട്ട് ഷെയർഡ് ആയിരിക്കും. അതായത് 8 എന്ന് പറയുമ്പോൾ 4 യൂണിറ്റ് സെല്ലുകൾ അല്ലെങ്കിൽ സെയിം ലെയറിലും, 4 യൂണിറ്റ് സെല്ലുകൾ ഒന്നില്ലെങ്കിൽ മുകളിലോ താഴത്തോ ഏതെങ്കിലും ഓരോ ലെയറിലുമായിരിക്കും വന്നിട്ടുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ആറ്റത്തിന്റെയും ഒരു യൂണിറ്റ് സെല്ലിലുള്ള ഷെയർ എത്രയാ ചോദിച്ചു കഴിഞ്ഞാൽ 8ൽ 1 ഭാഗം അല്ലെ, 1/8 പോർഷൻ എന്ന് പറയുമ്പോൾ 8ൽ 1 ഭാഗം മാത്രമാണ് ഉണ്ടാവുള്ളൂ. ഓരോ യൂണിറ്റ് സെല്ലിന്റെയും ആറ്റത്തിന്റെ ഒരു ഷെയർ എത്രയാ ചോദിച്ചു കഴിഞ്ഞാൽ 1/8 പോർഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എത്ര പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലില് എത്ര ആറ്റംസ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്?
യെസ്, there are 8 atoms at the corners. കോർണേഴ്സിൽ 8 ആറ്റംസ് ഉണ്ട്. ഓരോ ആറ്റത്തിന്റെയും ഷെയർ എത്രയാണ്? 1/8 അല്ലേ? അപ്പൊ 8 into 1/8 which is equal to 1 atom. അപ്പൊ ഒരു പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം എത്രയാ ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 1. ഓക്കെ അല്ലേ? അല്ലാതെ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസിന്റെ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എത്രയാ ചോദിച്ചു കഴിഞ്ഞാൽ 8 എന്ന് നമ്മൾ ലോക്ക് ചെയ്യരുത്. 8 അല്ല വരുന്നത്. 8 എണ്ണം കോർണേഴ്സിൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതൊരു യൂണിറ്റ് സെല്ലിലാണ് അല്ലെ? ആ യൂണിറ്റ് സെല്ലിൽ കിടക്കുന്ന ഓരോ കോർണറിൽ കിടക്കുന്ന ഓരോ ആറ്റവും അതിന് ചുറ്റും കിടക്കുന്ന 8 യൂണിറ്റ് സെല്ലുകളുമായിട്ട് ഷെയർഡ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1/8 ആണ് അവിടുത്തെ ഷെയർ വരുന്നത്. അപ്പൊ നമുക്ക് 8 കോർണേഴ്സിലുള്ള ആറ്റംസ് മൾട്ടിപ്ലൈഡ് ബൈ 1/8 പോർഷൻ വിച്ച് ഈസ് ഈക്വൽ ടു 1 ആറ്റം. പിടികിട്ടിയോ? പ്രാക്ടിക്കലി ചിന്തിക്കണമേ. അപ്പൊ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടായിരിക്കും? 1. ബിസിസിയിൽ എങ്ങനെയായിരിക്കും? യെസ്, അഗെയിൻ അവർ പറഞ്ഞ പോലെ തന്നെ ബിസിസിയിൽ എന്താ അവർ പറഞ്ഞത്? 8 കോർണേഴ്സിൽ ആറ്റംസ് ഉണ്ട്. അപ്പൊ 8 into 1/8 എന്ന് പറയുമ്പോൾ 8 ആറ്റംസ്. ഇനി അതിന് പുറമെ അവർ എന്ത് പറഞ്ഞു? ആ ഒരു യൂണിറ്റ് സെല്ലിന്റെ സെന്ററിൽ ഒരു ആറ്റം ഉണ്ട്. അപ്പൊ സെന്ററിൽ ഒരു ആറ്റം എന്ന് പറയുമ്പോൾ 1 into 1 which is equal to 1 ആറ്റം. അങ്ങനെയാണെങ്കിൽ ടോട്ടലി ആ ഒരു BCC എന്ന് പറഞ്ഞ യൂണിറ്റ് സെല്ലിൽ എത്ര ആറ്റംസ് ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ 3 + 1 അല്ലെ? മൊത്തം 3 അല്ല, 1 + 1 മൊത്തം 2 ആറ്റം. എവിടെ? BCCയിൽ മൊത്തം എത്ര ആറ്റംസ് ഉണ്ട്? 8 ആറ്റംസിന്റെ ഒരു ഷെയർ എന്ന് പറയുമ്പോൾ ഒരു ആറ്റം, അതുപോലെ ബോഡിയുടെ സെന്ററിൽ ഒരു ആറ്റം. അപ്പൊ 1 + 1 മൊത്തം 2 ആറ്റംസ്. ഇനി FCCയിലേക്ക് പോയാലോ? FCCയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ അല്ലേ? 8 കോർണേഴ്സിൽ 8 ആറ്റംസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഷെയറിൽ വെച്ച് നോക്കുമ്പോൾ 8 into 1/8 equal to 8 എന്ന് പറഞ്ഞു കിട്ടും അല്ലെ? 8 into 1/8 equal to 1 എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ 1 ആറ്റം ആണുള്ളത്. കോർണേഴ്സിൽ മൊത്തം 1 ആറ്റം ആണുള്ളത്. അതിലുപരി ഫേസുകളുടെ സെന്ററുകളിൽ ആറ്റംസ് ഉണ്ട്. മൊത്തം എത്ര ഫേസ് ഉണ്ട്? 6 ഫേസ് ഉണ്ട്. 6 ഫേസിന്റെ സെന്ററുകളിൽ എത്ര ആറ്റംസ് ഉണ്ട് ചോദിച്ചാൽ എങ്ങനെയാണ്? ഓരോ ഫേസിന്റെ സെന്ററിലും ആറ്റംസ് വരുമ്പോൾ അത് തൊട്ടപ്പുറത്ത് കിടക്കുന്ന 2 ആറ്റംസുമായിട്ട് ഷെയർഡ് ആയിരിക്കും. ആണല്ലോ? അപ്പോ എത്ര ഷെയർ കിട്ടുന്നത്? 1/2 ആയിരിക്കില്ലേ അവിടുത്തെ ഷെയർ എന്ന് പറയുന്നത്. അപ്പൊ 6 into 1/2 equal to 3 എന്ന് പറഞ്ഞു കിട്ടും. ആ 3 + 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 4 ആറ്റം എന്ന് പറഞ്ഞു കിട്ടും. എങ്ങനെയാ 3 കിട്ടിയെന്ന് ഡൗട്ട് ഉണ്ടാവണ്ട. 3 എങ്ങനെ കിട്ടിയിട്ടുള്ളത്? ഓരോ ഫേസസും അല്ലേ? അപ്പൊ നോക്കിയേ. യെസ്, ഇതാ കണ്ടോ? ഓരോ ഫേസിലും ഇതൊക്കെ ഇപ്പൊ മുകളിലത്തെ ഫേസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് നമ്മൾ എടുത്തേ, ഈ ഒരു ഫേസ് എടുത്താൽ ഈ ഒരു ആറ്റം എന്ന് പറയുന്നത് ഇതിന്റെ മുകളിൽ ഇനി ഒരു യൂണിറ്റ് സെൽ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആറ്റം ഈ 2 യൂണിറ്റ് സെല്ലുകൾക്ക് ഷെയർഡ് ആണ്. അപ്പൊ 1/2 ആണ് ഇവിടുത്തെ ഷെയർ എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ ഭാഗവും നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? 6 ഭാഗം ഉള്ളത്. 6 into 1/2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 3 എന്ന് പറഞ്ഞിട്ടല്ലേ കിട്ടുന്നത്. അപ്പൊ 3 ആണ് ഈ ഫേസുകളുടെ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. അതിലുപരി കോർണേഴ്സിന്റെ വരുന്നത് 1 ആണ്. അപ്പൊ മൊത്തം 3 + 1 4 ആറ്റം. പിടികിട്ടിയോ? ഇങ്ങനെയാണ് 3 വന്നിട്ടുള്ളത്. ഓക്കെ അല്ലെ? മനസ്സിലായോ? അപ്പൊ FCCയുടെ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണ്? 4 ആണ് FCCയുടെ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്. ഓക്കെ അല്ലെ? BCCയുടെ 2 ആണ്, പ്രിമിറ്റീവിന്റെ 1 ആണ്. ഓക്കെ അല്ലെ? പിടികിട്ടിയല്ലോ? FCC 4 ആയിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ് സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ആറ്റംസ് ഇൻ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. അടുത്ത പോർഷനിലേക്ക് പോവാലോ. യെസ്, നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടോ? ഈ എഡ്ജ് ലെങ്ത്തും ആക്സിയൽ ആംഗിൾസ് ഒന്നും മറന്നു പോകരുത്. നമുക്ക് ആവശ്യമുള്ള ആളാണെന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ? യെസ്, ആ ആവശ്യക്കാരനെയാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത്. 7 പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. 7 പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ, 7 എണ്ണം അല്ലെ? 7 പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലെ? 7 പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. ഏതൊക്കെയാണ് ഈ 7 പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ക്യൂബിക് ഉണ്ട്, ടെട്രാഗണൽ ഉണ്ട്, ഓർത്തോറോംബിക് ഉണ്ട്, ഹെക്സാഗണൽ, റോംബോഹെഡ്രൽ ഓർ ട്രൈഗണൽ, മോണോക്ലിനിക് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ട്രൈക്ലിനിക്. അങ്ങനെ ടോട്ടലി 7 ക്രിസ്റ്റൽ സിസ്റ്റം. അതും പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലുകളാണ്. കോർണേഴ്സിൽ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ? ആറ്റംസ് ഉണ്ടാവുള്ളൂ അല്ലെ? പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ, അതിൽ നമ്മൾ പറയുന്നത് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറയുമ്പോൾ കോർണേഴ്സിൽ ആറ്റംസ് ഉണ്ടാകും. അങ്ങനെ മൊത്തം 7 പോസിബിൾ ക്രിസ്റ്റൽ സിസ്റ്റംസ് ഉണ്ടാകാം. അതിൽ ഒന്നാമത്തതാണ് ക്യൂബിക്. ഫസ്റ്റ് വൺ ആണ് ക്യൂബിക് എന്ന് പറയുന്നത്.
ക്യൂബിക്കിന്റെ പോസിബിൾ വേരിയേഷൻസ്. ഈ ക്യൂബിക് ക്രിസ്റ്റൽ സിസ്റ്റം ആണ് ക്യൂബിക്. ഇത് ഏതൊക്കെ പോസിബിൾ വേരിയേഷൻസ് കാണിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ പ്രിമിറ്റീവ് കാണിക്കാം. പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ കോർണേഴ്സിലൊക്കെ 8 ഇലക്ട്രോൺസ് ആറ്റംസ് വരുന്നത്. BCC കാണിക്കാം, കോർണേഴ്സിൽ 8 വരുന്നു, സെന്ററിൽ ഒരാൾ വരുന്നു. FCC കാണിക്കാം, കോർണേഴ്സിൽ 8 വരുന്നു, ഫേസുകളുടെ സെന്ററിലും ആറ്റംസ് വരുന്നു. ഇതാണ് FCC. ഓക്കെ അല്ലേ? അപ്പൊ ഒരു ക്യൂബിക് ആണ് ക്രിസ്റ്റൽ സിസ്റ്റം വരുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് കാണിക്കാൻ പറ്റുന്ന പോസിബിൾ വേരിയേഷൻസ് ആണ് BCC, FCC, പ്രിമിറ്റീവ്. ഓക്കെ അല്ലേ? ഇനി ഇവരുടെ എഡ്ജ് ലെങ്ത് എങ്ങനെയായിരിക്കും? യെസ്, എഡ്ജസ് ഏതൊക്കെയാണ്? ആക്സിയൽ എഡ്ജസ് ഏതൊക്കെയാണ്? ABC ആണ് എഡ്ജസ്. അതില് ലെങ്ത് എങ്ങനെയായിരിക്കും? Aയുടെ ലെങ്ത്തും Bയുടെ ലെങ്ത്തും Cയുടെ ലെങ്ത്തും നോക്കി കഴിഞ്ഞാൽ സെയിം ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഒരു ക്യൂബിക് യൂണിറ്റ് സെല്ലിന്റെ എഡ്ജ് ലെങ്ത് എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. ഇനി ഇവരുടെ ആക്സിയൽ ആംഗിൾ എങ്ങനെയായിരിക്കും? ആക്സിയൽ ആംഗിൾ എന്ന് പറയുമ്പോൾ ആൽഫ ബീറ്റ ഗാമയാണ്. പൊസിഷൻ ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഈ ആൽഫ ബീറ്റ ഗാമ എങ്ങനെയായിരിക്കും? ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. ഓർത്താലോ? 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഓർത്തൂടെ? യെസ്, ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും. ഇനി ഇത് കാണിക്കാവുന്ന എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? നമ്മുടെ സോഡിയം ക്ലോറൈഡ്, സിങ്ക് ബ്ലെൻഡ്, കോപ്പർ, ഇതിന്റെയൊക്കെ ക്രിസ്റ്റൽ സിസ്റ്റം നിങ്ങൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്രിസ്റ്റൽ സിസ്റ്റം ഈ ഒരു ആക്സിയൽ ആംഗിളും ഈ ഒരു ആക്സിയൽ ലെങ്ത്തും അല്ലെങ്കിൽ എഡ്ജ് ലെങ്ത് ഒക്കെ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ക്യൂബിക് സിസ്റ്റം ക്രിസ്റ്റൽ സിസ്റ്റം ഏതാണ്? ക്യൂബിക് ആണ്. BCC, FCC, പ്രിമിറ്റീവ് ഒക്കെ കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആക്സിയൽ ലെങ്ത് എന്ന് പറയുമ്പോൾ ABC ഈക്വൽ ടു സെയിം ആണ്. ആൽഫ ബീറ്റ ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. NaCl, സിങ്ക് ബ്ലെൻഡ്, കോപ്പർ ഒക്കെയാണ് ഇതില് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി ടെട്രാഗണൽ. ടെട്രാഗണൽ എന്ന് പറയുമ്പോൾ പോസിബിൾ വേരിയേഷൻസ് പ്രിമിറ്റീവും BCC മാത്രമേ ഉള്ളൂ. പിന്നെ അവരുടെ ആക്സിയൽ ലെങ്ത് എന്ന് പറയുമ്പോൾ Aയും Bയും ഈക്വൽ ആയിരിക്കും. പക്ഷെ B ഒരിക്കലും ഈക്വൽ ടു C ആയിരിക്കില്ല. ഓക്കെ അല്ലേ? A ഈക്വൽ ടു B, ആക്സിയൽ ലെങ്ത്തില് Aയും Bയും ഈക്വൽ ആയിരിക്കും. പക്ഷെ B Cക്കുമായിട്ട് ഈക്വൽ ആയിരിക്കില്ല. ആൽഫ ബീറ്റ ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. എക്സാമ്പിൾസ് വൈറ്റ് ടിന്, ടൈറ്റാനിയത്തിന്റെ ഓക്സൈഡ്, കാൽഷ്യം സൾഫേറ്റ് ഒക്കെ എന്താണ് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? ഇനി മൂന്നാമത്തത് ഓർത്തോറോംബിക് ആണ്. ഓർത്തോറോംബിക്. ഓക്കെ അല്ലെ? ഇത് ഏതൊക്കെ പോസിബിൾ വേരിയേഷൻസ് കാണിക്കാം? പ്രിമിറ്റീവ് ഉണ്ട്, BCC ഉണ്ട്, FCC ഉണ്ട്, എൻഡ് സെന്റേർഡ് കൂടി ഉണ്ട്. അതാണ് ECC എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെല്ല് കൂടി ഉണ്ട്. ഇവരുടെ ഒരു എഡ്ജ് ലെങ്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂന്നും ഈക്വൽ അല്ല. A നോട്ട് ഈക്വൽ ടു B നോട്ട് ഈക്വൽ ടു C. മൂന്നും എന്തല്ല? പരസ്പരം ഈക്വൽ അല്ല. പക്ഷെ ഇവിടെ ആക്സിയൽ ആംഗിൾസ് ഒക്കെ സെയിം ആണ്. ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി തന്നെയാണ്. പക്ഷെ അവരുടെ ആക്സിയൽ ലെങ്ത് എന്തല്ല? സിമിലർ അല്ല. ഇനി അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ഓർത്തോറോംബിക്കിന്റെ റോംബിക് സൾഫർ കേട്ടിട്ടുണ്ടാവും തോന്നുന്നു. റോംബിക് സൾഫർ, അതുപോലെ പൊട്ടാസ്യം നൈട്രേറ്റ്, ബേരിയം സൾഫേറ്റ് ഒക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഓർത്തോറോംബിക്കിന്റെ എക്സാമ്പിൾ ആണ്. നാലാമത്തതാണ് ഹെക്സഗണൽ എന്ന് പറയും. ഹെക്സഗണലിന് കാണിക്കാവുന്ന പോസിബിൾ വേരിയേഷൻസ് ഏതാണ്? പ്രിമിറ്റീവ് മാത്രമേ ഉള്ളൂ. അവിടെ Aയും Bയും ഈക്വൽ ആയിരിക്കും. പക്ഷെ B നോട്ട് ഈക്വൽ ടു C ആണ്. ആൽഫയും ബീറ്റയും 90 ഡിഗ്രി ആണ്. പക്ഷെ ഗാമ 120 ഡിഗ്രി ആയിരിക്കും. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഗ്രാഫൈറ്റ്, കാഡ്മിയം സൾഫൈഡ്, സിങ്ക് ഓക്സൈഡ് ഒക്കെയാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്? എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റാവുന്നത്. ഹെക്സഗണൽ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് അടുത്ത അഞ്ചാമതാണ് റോംബോഹെഡ്രൽ അല്ലെങ്കിൽ ട്രൈഗണൽ എന്നൊക്കെ നമ്മൾ പറയും. ട്രൈഗണൽ പ്രിമിറ്റീവ് മാത്രമാണ് പോസിബിൾ വേരിയേഷൻ ഉള്ളൂ. Aയും Bയും C ഒക്കെ ഈക്വൽ ആണ്. പക്ഷെ ആൽഫ ആൻഡ് ബീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. പക്ഷെ ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ അല്ലെ? ആൽഫ ഈക്വൽ ടു ബീറ്റ, പക്ഷെ ബീറ്റ എന്താണ്? നോട്ട് ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. 90 ഡിഗ്രി അല്ല. ഓക്കെ അല്ലെ? ഏതാണ്? നമ്മൾ റോംബോ ഹെഡ്രലാണ് പറയുന്നത്. ഇതെന്തല്ല? 90 ഡിഗ്രി അല്ല. ഇതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് ഏതൊക്കെയായിരിക്കും? കാൽസൈറ്റും അതുപോലെ തന്നെ മെർക്കുറിക് സൾഫൈഡ് ഒക്കെ ഇതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ അല്ലെ? സിന്നബാർ എന്ന് പറയും നമ്മള് മെർക്കുറിക് സൾഫേറ്റിന്റെ. അതുപോലെ തന്നെ കാൽസൈറ്റ് എന്ന് പറയുമ്പോൾ കാൽഷ്യം കാർബണേറ്റ് ആണ് കാൽസൈറ്റ്. മെർക്കുറിക് സൾഫൈഡിന് നമ്മൾ സിന്നബാർ എന്നൊക്കെ പറയും. അതൊക്കെ എന്താണ്? ഈ ഒരു റോംബോഹെഡ്രൽ അല്ലെങ്കിൽ ട്രൈഗണലിന്റെ എക്സാമ്പിൾ ആണ്. അടുത്തത് മോണോക്ലിനിക് ആണ്. മോണോക്ലിനിക് എന്ന് പറയുമ്പോൾ പ്രിമിറ്റീവ് വരാം, എൻഡ് സെന്റേർഡ് വരാം. പോസിബിൾ വേരിയേഷൻസിൽ അതിൽ A നോട്ട് ഈക്വൽ ടു B നോട്ട് ഈക്വൽ ടു C, ഇതൊന്നും പരസ്പരം ഈക്വൽ അല്ല അല്ലെ? A നോട്ട് ഈക്വൽ ടു B നോട്ട് ഈക്വൽ ടു C ആണ്. പരസ്പരം ബന്ധമൊന്നുമില്ല. ആൽഫയും ഗാമയും 90 ഡിഗ്രി ആണ്. പക്ഷെ ബീറ്റ
നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. മോണോക്ലിനിക് സൾഫറസ് സോഡിയം സൾഫേറ്റ് ഡെക്കാഹൈഡ്രേറ്റ് അല്ലെ, സോഡിയം സൾഫേറ്റ് ഡെക്കാഹൈഡ്രേറ്റ് ആണ് ഇവിടുത്തെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ട്രൈക്ലിനിക് ആണ്, അതിലും പ്രിമിറ്റീവ് ആണ് ഇവിടെ പോസിബിൾ വേരിയേഷൻസിൽ കൊടുത്തിട്ടുള്ളത്. ആൽഫ ബീറ്റ അല്ലെ നോട്ട് ഈക്വൽ ടു സി, രണ്ടും എന്തല്ല, മൂന്നും ഈക്വൽ അല്ല എന്ന് പറയാം. ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി അല്ലെ. പൊട്ടാസ്യം K2Cr2O7 പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ CuSO4.5H2O H3BO3 അല്ലെ, ബോറിക് ആസിഡ്. ഇതൊക്കെ ഇതില് എക്സാമ്പിൾസ് ആയിട്ട് പറയാവുന്നതാണ്. അപ്പൊ ഇതൊക്കെ നമുക്കൊന്ന് ഇവിടുത്തെ ആക്സിയൽ ആംഗിൾസും അതേപോലെ തന്നെ എക്സാമ്പിളുകള്, അതേപോലെ ഏതൊക്കെ പോസിബിൾ വേരിയേഷൻസ് കാണിക്കുക എന്നുള്ള കാര്യം ഓക്കെ അല്ലേ. എഡ്ജ് ലെങ്ത്, ആക്സിയൽ ആംഗിള്, ഇതൊക്കെ ഇവിടെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. പിടികിട്ടിയോ? ഓക്കെ അല്ലേ. അപ്പൊ ഏതൊക്കെയാണ് 7 എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ ക്യൂബിക് ഉണ്ട്, ഹെക്സാഗണൽ ഉണ്ട്, ടെട്രഗണൽ ഉണ്ട്, ഓർത്തോറോംബിക് ഉണ്ട്, റോംബോഹെഡ്രൽ ഉണ്ട്, മോണോക്ലിനിക് ഉണ്ട്, ട്രൈക്ലിനിക് ഉണ്ട്. ഓക്കെ ആണല്ലോ. അതേപോലെ അവരെ കാണിക്കാവുന്ന പോസിബിൾ വേരിയേഷൻസ് ഒന്ന് നോക്കി വെക്കുക. A ഈക്വൽ ടു B ഈക്വൽ ടു C, ആ കാര്യങ്ങളുണ്ടല്ലോ. ആക്സിയൽ ലെങ്ത് ഒന്ന് നോക്കി വെക്കുക. അതേപോലെ തന്നെ ആക്സിയൽ ആംഗിൾസ്, ആൽഫ ബീറ്റ ഗാമ എന്നുള്ള ആക്സിയൽ ആംഗിൾസ് നോക്കണം. പിന്നെ എക്സാമ്പിൾസ്, ഓരോ എക്സാമ്പിളിൽ നിന്നും ഇത് ഏത് ക്യൂബിക് സിസ്റ്റം ആണ് അല്ലെങ്കിൽ ഏത് ക്രിസ്റ്റൽ സിസ്റ്റം ആണ് എന്ന് നമുക്ക് കിട്ടണം. ഓക്കെ അല്ലേ, ക്ലിയർ ആയല്ലോ അല്ലെ. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് പോർഷൻ ക്ലോസ് പാക്ഡ് സ്ട്രക്ചേഴ്സ്. ഏതാണ് അടുത്ത പോർഷൻ? ഓക്കെ, ഒരു മിനിറ്റ്. ക്ലോസ് പാക്ഡ് സ്ട്രക്ചേഴ്സ്. ഓക്കെ അല്ലെ. അപ്പൊ നമ്മൾ യൂണിറ്റ് സെല്ല് അവരുടെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു, നമ്പർ ഓഫ് ആറ്റംസ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് പഠിച്ചു. ഓക്കെ, അതുപോലെ 7 ക്രിസ്റ്റൽ ലാറ്റിസസും നമ്മളിങ്ങനെ ക്രിസ്റ്റൽ സിസ്റ്റം നമ്മൾ പഠിച്ചു. കിട്ടിയല്ലോ. ഓക്കെ അല്ലേ. അടുത്ത ഭാഗമാണ് ക്ലോസ് പാക്ഡ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇൻ സോളിഡ്സ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് കൺസിഡേർഡ് ആസ് ഐഡന്റിക്കൽ ഹാർഡ് സ്ഫിയേഴ്സ് ആർ ക്ലോസ്ലി പാക്ഡ് ലീവിംഗ് ദ മിനിമം വേക്കന്റ് സ്പേസ്. അതായത് നമ്മൾ സോളിഡ്സിനെ കുറിച്ചല്ലേ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ സോളിഡുകളിൽ ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിനെ, അതായത് നമ്മളൊരു ഹാർഡ് സ്പിയർ ആയിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഐഡന്റിക്കൽ ആണ്, റിയൽ അല്ല. ഐഡന്റിക്കൽ ഹാർഡ് സ്പിയേഴ്സ് ആയിട്ടാണ് നമ്മൾ ഇവിടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിനെയൊക്കെ നമ്മൾ എത്രത്തോളം ക്ലോസ്ലി പാക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ക്ലോസ്ലിയാണ് നമ്മൾ പാക്ക് ചെയ്തിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മള് മിനിമം അല്ലെ, വേക്കന്റ് സ്പേസ് എന്ന് പറയുമ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന സ്പേസ് ഒക്കെ ഉണ്ടാവുമല്ലോ, എംപ്റ്റി സ്പേസ് ഉണ്ടാവില്ല. അപ്പൊ വേക്കന്റ് സ്പേസ് നമ്മൾ മിനിമൈസ് ചെയ്തിട്ട് അത്രയും ക്ലോസ്ലി ആയിട്ടാണ് നമ്മൾ സോളിഡ്സില് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിനെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ. അപ്പൊ സോളിഡുകളിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? നമ്മൾ വേക്കന്റ് സ്പേസ് ഒക്കെ മിനിമൈസ് ചെയ്തിട്ട് അടുപ്പിച്ചടുപ്പിച്ചായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? പാക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ. ഇനി കോർഡിനേഷൻ നമ്പർ ആണ്. കോർഡിനേഷൻ നമ്പർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ക്രിസ്റ്റൽ ലാറ്റിസില് ഈ ഒരു നമ്മുടെ പാർട്ടിക്കിൾസിന്റെ അയൽവാസികൾ ഉണ്ടാവില്ലേ, തൊട്ടപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന നെയ്ബറിംഗ് പാർട്ടിക്കിൾസ് ഉണ്ടാവില്ലേ, അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ. അയൽവാസികൾ എത്ര പേരുണ്ടോ അതിനെയാണ് നമ്മളിങ്ങനെ നെയ്ബേഴ്സ് എത്ര പേരുണ്ടോ അവരെയാണ് നമ്മൾ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുക. ഓക്കെ അല്ലെ. അപ്പൊ ഒരു ക്രിസ്റ്റൽ ലാറ്റിസില് നെയ്ബറിംഗ് ആയിട്ട് വരുന്ന സ്ഫിയേഴ്സ് എത്ര ഉണ്ടെന്ന് എണ്ണിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തും, അയൽവാസികൾ എന്ന് പറയുമ്പോൾ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും അല്ലെ. ഓക്കെ അല്ലെ. അപ്പൊ അപ്പുറത്തും ഇപ്പുറത്തും എത്ര പേരുണ്ടോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഈ ഒരു ക്ലോസ് പാക്കിങ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അത് 1 ഡയമെൻഷനിൽ പഠിക്കണം, 2 ഡയമെൻഷനിൽ പഠിക്കണം. ഓക്കെ അല്ലെ. 3 ഡയമെൻഷനിലായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ ആയിട്ടുള്ള ക്ലോസ് പാക്കിംഗ് ഇൻ 1 ഡയമെൻഷൻ ഒന്ന് നോക്കി നോക്കാം. നോക്കിയേ. ഇൻ ദിസ് അറേഞ്ച്മെന്റ് each sphere is in contact with 2 of its neighbors. The coordination number is 2. നോക്കിയേ. 1 ഡയമെൻഷൻ എന്ന് പറയാൻ നമുക്ക് അറിയാലോ, ഏതെങ്കിലും ഒരു ആക്സിസ്, ഒന്നെങ്കിൽ എക്സ് ആക്സിസ് അല്ലെങ്കിൽ വൈ ആക്സിസ് അല്ലെങ്കിൽ സെഡ് ആക്സിസ്, അങ്ങനെയാണ് നമ്മൾ 1 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ഒക്കെ നമ്മൾ പറയുമ്പോൾ പറയാം.
അറിയാവുന്ന കാര്യമാണല്ലോ അല്ലെ? അപ്പോ വൺ ഡയമെൻഷനിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും പാർട്ടിക്കിൾസിന് ഒന്നെങ്കിൽ എക്സ് ആക്സിസിലായിരിക്കും അറേഞ്ച്മെന്റ്, അല്ലെങ്കിൽ വൈ ആക്സിസിലായിരിക്കും, അല്ലെങ്കിൽ സെഡ് ആക്സിസിലായിരിക്കും അറേഞ്ച്മെന്റ് വരുന്നുണ്ടാവുന്നത്. അതില് നമ്മൾ ഓരോ സ്ഫിയേഴ്സും നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നെയ്ബേഴ്സ് ആയിട്ട് എത്ര പേര് വരും? 2 പേരായിരിക്കും വരിക അല്ലെ? 2 ആറ്റംസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ എത്ര നെയ്ബേഴ്സ് ഉണ്ടോ അത്ര എണ്ണം ആയിരിക്കില്ലേ അവിടുത്തെ കോർഡിനേഷൻ നമ്പർ. ഇവിടെ എത്ര നെയ്ബേഴ്സ് ഉണ്ട്? 2 നെയ്ബേഴ്സ് അല്ലേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ എത്രയായിരിക്കും? 2 ആയിരിക്കും ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. അത് നമുക്ക് ജസ്റ്റ് നോക്കിയാലോ? യെസ്, ഞാനിപ്പോ ദാ ഇയാളെ എടുത്തു എന്ന് വിചാരിക്കൂ. ഇയാളെ ഞാൻ എടുത്തു. ഈ ഒരു ആറ്റത്തിനെ ഞാൻ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ആറ്റത്തിന്റെ തൊട്ടപ്പുറത്താണ് ഇയാളും വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 2. ഇനി ഞാൻ വേറൊരാൾ എടുക്കുകയാണ്. ഇയാളെ എടുത്തു എന്ന് വിചാരിച്ചോളൂ. ഈ ആറ്റത്തിനെയാണ് ഇപ്പൊ ഞാൻ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ആറ്റത്തിന്റെ ചുറ്റും വരുന്നതാണ് ഇയാളും ഈ ആറ്റവും. ഓക്കെ അല്ലേ? അപ്പോഴും ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 2. 2 നെയ്ബേഴ്സ് അല്ലേ വരുന്നത്? 2 ആണ്. ഇനിയിപ്പോ ഞാൻ വേറൊരാൾ എടുക്കുകയാണ്. ഇയാൾ എടുത്തു വിചാരിച്ചോളൂ. ഈ അറ്റത്ത് കിടക്കുന്ന ആളെ. ഇപ്പൊ നിങ്ങൾ പറയും ഇവിടെ ഒന്നാന്ന് പറയോ? ഇല്ല. എഗെയിൻ ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നില്ല. ഇങ്ങോട്ടേക്കും ഉണ്ട്, ഇങ്ങോട്ടേക്കും ഉണ്ട്. അപ്പൊ ഇയാളുടെ ഇപ്പുറത്തും ഒരാൾ വരും, ഇപ്പുറത്തും ഒരാൾ വരും. അപ്പോൾ ഇവിടെ എത്രയാണ് വരുന്നത്? 2 ആയിരിക്കും ഇവിടുത്തെ എന്ത് വരുന്നത്? നെയ്ബേഴ്സിന്റെ എണ്ണം. അപ്പൊ 2 ആണ് കോർഡിനേഷൻ നമ്പർ. പിടികിട്ടിയല്ലോ? അപ്പോ എത്ര നെയ്ബേഴ്സ് ഉണ്ടോ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ആൾക്കാരാണ് നെയ്ബേഴ്സ് എന്ന് പറയുന്നത്. അല്ലാതെ 2-3 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ആൾക്കാരെ നമ്മൾ നെയ്ബേഴ്സ് എന്ന് പറയോ? ഇല്ലല്ലോ. അപ്പൊ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മിനിറ്റ്, യെസ്, തൊട്ടപ്പുറത്തും ഇപ്പുറത്തും നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം എത്ര പേര് വരുന്നത്? 2 ആറ്റംസ് ആണ് വരുന്നത്. ഓക്കെ അല്ലെ? 2 ആറ്റംസ് ആണ് വരുന്നത്. സോ 2 ആറ്റംസ് വരുന്നത് കൊണ്ട് ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 2 ആണ്. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് ആണ് ക്ലോസ് പാക്കിംഗ് ഇൻ 2 ഡയമെൻഷൻ. അപ്പൊ 1 ഡയമെൻഷൻ കഴിഞ്ഞു, അടുത്തത് 2 ഡയമെൻഷണൽ ക്ലോസ്ഡ് പാക്കിംഗ് ആണ്. ഈ 2 ഡയമെൻഷണൽ ക്ലോസ്ഡ് പാക്കിംഗ് 2 രീതിക്ക് വരാം. ഓക്കെ അല്ലെ? 2 രീതിക്ക് വരാം 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. ഒന്ന് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആണ്. ഒന്നെന്ന് പറയുന്നത് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആണ്. മറ്റൊന്ന് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഓക്കെ അല്ലെ? അപ്പൊ ഇതിന്റെ ഷോർട്ട് ഫോം നോക്കി വെക്കണേ. സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുമ്പോൾ SCP, സ്ക്വയർ ക്ലോസ് പാക്കിംഗ് SCP. അതുപോലെ തന്നെ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുമ്പോൾ HCP. ഓക്കെ അല്ലെ? ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുമ്പോൾ HCP, സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുമ്പോൾ SCP. ഓക്കെ ആണല്ലോ? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ? ഓരോന്നും എന്താണെന്നും അതിന്റെ സ്ട്രക്ചറും നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. യെസ്, സ്ട്രക്ചർ നമുക്ക് വരച്ച് 3 ഡയമെൻഷനിൽ വരച്ച് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മൾ ടെക്സ്റ്റിൽ നമ്മൾ സ്ട്രക്ചർ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ അല്ലെ? പിടികിട്ടിയല്ലോ? അപ്പൊ ഇത് നമ്മൾ പോയിന്റ്സ് ആക്കിയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഈ ഒരു നോട്ട് എന്ന് പറയുന്നത് പോയിന്റ്സ് ആയിട്ട് നമുക്ക് എളുപ്പത്തിന് അതിന്റെ ഒരു കണ്ടന്റ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് അവര് വലിച്ചു വാരി വിശദീകരിച്ച് നമ്മൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പിക്ചർ കാണിച്ചു തരുമ്പോൾ ജസ്റ്റ് അതൊന്ന് ഞാൻ ഒന്ന് ചെറുതായിട്ട് ബ്രീഫായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഇതൊന്നും നമുക്ക് നോട്ട്സ് നമ്മൾ എപ്പോഴും പോയിന്റ് ഔട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് പെട്ടെന്ന് കിട്ടുമല്ലോ. അപ്പൊ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് ചേർന്നിട്ടുള്ള നോട്ട്സ് ആണ്. ഫസ്റ്റ് നമുക്ക് അത് നോക്കിയിട്ട് മറ്റേതിലേക്ക് പോവാം. കേട്ടോ? അപ്പൊ അതാണ് സ്ക്വയർ അല്ലെ? 2 ഡയമെൻഷൻ നമ്മൾ പറയുന്നത്. അപ്പൊ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആണ് SCP. അതൊന്ന് ശ്രദ്ധിക്കണേ. നമ്മൾ 1 ഡയമെൻഷൻ അല്ല 2 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ 2 ഡയമെൻഷൻ നമുക്ക് ചിത്രത്തിൽ കാണിച്ചു തരാം, വരച്ച് കാണിച്ചു തരാം. പക്ഷെ 3 ഡയമെൻഷൻ നമുക്ക് തന്നെ വരയ്ക്കാൻ പറ്റില്ല. നമ്മൾ മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ 2 ഡയമെൻഷനിൽ ദ സെക്കൻഡ് റോ, ഓക്കെ അല്ലെ? ഫസ്റ്റ് റോ ഇപ്പൊ നമ്മൾ നേരത്തെ ചിത്രത്തിൽ കണ്ടില്ലേ? 1 ഡയമെൻഷനിൽ കണ്ടില്ലേ ഫസ്റ്റ് റോ എന്ന് പറയുന്നത്? അതാണ് എല്ലായിടത്തും ഫസ്റ്റ് റോ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ 2 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ XY ആക്സിസ് ആണ്. അപ്പൊ ആ ഒരു രീതിക്ക് നിങ്ങൾ മൈൻഡിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി second row is placed in contact with the first one such that the spheres are exactly above those of the first row. അപ്പോ ഒന്നാമത്തെ റോയുടെ അതേ അലൈൻമെന്റിൽ എന്ന് പറയുമ്പോൾ വെർട്ടിക്കലിയും ഹോറിസോണ്ടലും അല്ലെ? നിങ്ങൾ എങ്ങനെ നോക്കിയാലും ഒന്നാമത്തെ റോന്റെ അതേപോലെയാണ്, അതേ അടുക്കിലാണ് സെക്കൻഡ് റോ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ പാക്ക് ചെയ്യുന്നത്. എവിടെ? സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൽ. ദ സ്ഫിയേഴ്സ് ഓഫ് ദ 2 rows, ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും ആർ അലൈൻഡ് വെർട്ടിക്കലി ആസ് വെൽ ആസ് ഹോറിസോണ്ടലി.
അല്ലെ? വെർട്ടിക്കലായിട്ടും ഹോറിസോണ്ടലായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അലൈൻമെന്റ് അല്ലെ, ഫസ്റ്റ് രണ്ട് റോസിന്റെയും, ഫസ്റ്റ് റോയിന്റെയും സെക്കൻഡ് റോയിന്റെയും അലൈൻമെന്റ് എങ്ങനെയായിരിക്കും? പക്ക പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഈച്ച് സ്ഫിയേഴ്സ് ഇൻ കോണ്ടാക്ട് വിത്ത് 4 ഓഫ് ഇറ്റ്സ് നെയ്ബേഴ്സ്. അതില് ഓരോ സ്ഫിയേഴ്സും, നിങ്ങൾ ഏത് സ്ഫിയർ വേണമെങ്കിലും എടുത്തു നോക്കുകയാണെങ്കിലും അതിന്റെ ചുറ്റും എത്ര അയൽവാസികൾ ഉണ്ടാവും? നെയ്ബേഴ്സ് 4 പേരാണുള്ളത്. 1 ഡയമെൻഷനിൽ എത്ര പേരുണ്ട് പറഞ്ഞു? 2 പേരാണ് പറഞ്ഞു അല്ലെ? പക്ഷെ 2 ഡയമെൻഷനില് 4 പേരാണ് നെയ്ബേഴ്സ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 4 ആയിരിക്കും ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ. ഇനി ഇങ്ങനെയുള്ള ഈ സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. അതാണ് എ എ എ ടൈപ്പ് അറേഞ്ച്മെന്റ്. എന്തുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു പേര്, ഒരു നിക് നെയിം അല്ലെ? എന്തുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു നിക് നെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ സ്ട്രക്ചർ നോക്കിയാലേ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ സ്ട്രക്ചർ ഒന്ന് ടെക്സ്റ്റ് നോക്കിയാലോ അല്ലെ? അപ്പൊ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സംഗതി മനസ്സിലായില്ലേ? SCP എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ റോ നമ്മൾ വരയ്ക്കും. ആ ഒന്നാമത്തെ റോയുടെ കറക്റ്റ് അതേ അലൈൻമെന്റിൽ തന്നെയായിരിക്കും രണ്ടാമത്തെ റോ വരുന്നുണ്ടാവുന്നത്. നിങ്ങൾ ഹോറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും നോക്കുകയാണെങ്കിലും എങ്ങനെ വരും? ഈ ഒരു അറേഞ്ച്മെന്റ് എങ്ങനെയായിരിക്കും? വളരെ കൃത്യമായിരിക്കും അല്ലെ? അറേഞ്ച്മെന്റ് എങ്ങനെയായിരിക്കും? വളരെ കറക്റ്റ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ ആണല്ലോ? പിടികിട്ടിയല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു അലൈൻമെന്റ് നമുക്കൊന്ന് നോക്കി നോക്കാം. യെസ്, ഓക്കെ. യൂണിറ്റ് സെല്ലാണ് നമ്മുടെ അല്ലെ? സോളിഡ് സ്റ്റേറ്റിൽ യൂണിറ്റ് സെല്ലാണ് ഭാഗം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതേ പോർഷൻസ് ആണ്. യെസ്, ദാ ഓക്കെ. ക്ലോസ് പാക്ഡ് സ്ട്രക്ചേഴ്സിൽ 1 ഡയമെൻഷന്റെ ചിത്രം കണ്ടല്ലോ. നമുക്ക് 2 ഡയമെൻഷനിലെ പഠിക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്, ഇതാണ് ഒന്നാമത്തെ ചിത്രം കേട്ടോ. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. യെസ്, കണ്ടോ? 2 വേസിൽ നമുക്ക് അറേഞ്ച്മെന്റ് ചെയ്യാന്ന് പറയുന്നത് കണ്ടോ? The second row may be placed in contact with the first one such that the spheres of the second row are exactly above those of the first row. ഇതാണ് ഒന്നാമത്തെ റോ. ഇത് ഒന്നാമത്തെ റോ. ഈ ഒന്നാമത്തെ റോയിന്റെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടാണ് രണ്ടാമത്തെ റോ ഇവര് വെച്ചിട്ടുള്ളത് ആണല്ലോ. അതേപോലെ തന്നെ മൂന്നാമത്തെ റോയും നാലാമത്തെ റോയും എങ്ങനെ തന്നെയാണ്? കറക്റ്റ് അലൈൻമെന്റ് ആണല്ലേ? കണ്ടോ? ഒരേപോലെ കറക്റ്റ് ആണ്. നിങ്ങൾ വെർട്ടിക്കലി നോക്കുകയാണെങ്കിലും കണ്ടോ, ഇങ്ങനെ ഹോറിസോണ്ടലി നോക്കുകയാണെങ്കിലും എങ്ങനെയായിരിക്കും അറേഞ്ച്മെന്റ് വരുന്നത് നോക്കി നോക്കിയേ. പെർഫെക്റ്റ് ആയിട്ടുള്ള അലൈൻമെന്റ് ആണ് വരുന്നത് ആണല്ലോ. അപ്പൊ ദ ഫിയേഴ്സ് ഓഫ് ദ 2 റോസ് ആർ അലൈൻഡ്. കണ്ടോ? ഹോറിസോണ്ടലി നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഹോറിസോണ്ടലി, ഇങ്ങനെയാണ് വെർട്ടിക്കല്. എങ്ങനെ നോക്കുകയാണെങ്കിലും നമുക്ക് കറക്റ്റ് അലൈൻമെന്റ് ആണ് കിട്ടുന്നത്. ഇനി നമ്മൾ ഇതിനൊരു പേരിടൽ ചടങ്ങാണ് അല്ലെ? പേരിടൽ ചടങ്ങ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോ ഒന്നാമത്തെ റോയ്ക്ക് കൊടുക്കുന്ന പേര് എ ആണെന്ന് വിചാരിച്ചോളൂ. ആണല്ലോ. ഞാൻ ഇപ്പോ ഒന്നാമത്തെ റോനെ എ ടൈപ്പ് റോ എന്ന് വിളിച്ചു എന്ന് വിചാരിക്കുക. എന്നാൽ സെക്കൻഡ് റോ നോക്കി നോക്കേ. ഈ സെക്കൻഡ് റോയും ഈ എയുടെ അതേപോലെ തന്നെയല്ലേ? അപ്പൊ അതിനെയും നമുക്ക് എന്ത് വിളിക്കാം? എ ടൈപ്പ് എന്ന് വിളിക്കാം. ഇനി മൂന്നാമത്തെ റോയും ഈ ഫസ്റ്റ് കിടക്കുന്ന റോ പോലെ തന്നെയല്ലേ? സോ നമുക്ക് അതിനെയും വേണമെങ്കിൽ എ എന്ന് വിളിക്കാം. അങ്ങനെയാണ് നമുക്ക് ഈ റോസിനെ മുഴുവൻ നമുക്ക് എങ്ങനെ പറയാം? എ എ എ ടൈപ്പ് അറേഞ്ച്മെന്റിലുള്ള റോസ് ആണ് എന്ന് നമുക്ക് പറയാം. മനസ്സിലായോ? അങ്ങനെയാണ് ഈ പേര് വന്നിട്ടുള്ളത്. ഇപ്പൊ പിടികിട്ടിയോ പേരെങ്ങനെയാ വന്നതെന്ന്? ഫസ്റ്റ് റോനെ നമ്മൾ എ എന്ന് പേര് വിളിച്ചു. അപ്പൊ ഫസ്റ്റ് റോയുടെ അതേപോലെ ഇരട്ടക്കുട്ടികൾ പറയില്ലേ, അതേപോലെ തന്നെയാണ് സെക്കൻഡ് റോ. അപ്പൊ അതിനെയും നമുക്ക് എ എന്ന് പറയാം. അതേപോലെ തന്നെയാണ് തേർഡ് റോ, അതേപോലെയാണ് ഫോർത്ത് റോ. ഇനി 6th ആണെങ്കിലും 7th ആണെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ എന്താണ് നമുക്ക് എ എ എ ടൈപ്പ് അറേഞ്ച്മെന്റ് എന്ന് പറയാം. പിടികിട്ടിയോ? ഇനി നമുക്ക് ഇവരുടെ അയൽവാസികളെ ഒന്ന് കണ്ടുപിടിച്ചാലോ? ഇതിൽ ഇവർ തന്ന ഒരു ആറ്റം നോക്കിയതാ. ഈ ഒരു ആറ്റത്തിന് നോക്കി നോക്കി, ഞാൻ 1 എഴുതിയിട്ടില്ലേ? ഈ ഒരു ആറ്റം നോക്കി നോക്കി. ഈ ഒരു ആറ്റം അതിന്റെ ചുറ്റും കിടക്കുന്ന നെയ്ബേഴ്സ് ആരൊക്കെയാണ്? ഒന്ന് അപ്പുറത്തും ഇപ്പുറത്തും അല്ലെ? ഇയാളും ഇയാളാണ് ഒരാറ്റം. പിന്നെ മുകളിലും താഴെയും ആറ്റം വരും. ഓക്കെ അല്ലേ? ഇതാണല്ലേ? കണ്ടോ? അതാണ് അവർ ഒരു സ്ക്വയർ ആയിട്ട് വരച്ചിരിക്കുന്നത്.
കാണിച്ചിരിക്കുന്നത് കണ്ടോ, ഇങ്ങനെ ഒരു ഷേപ്പിൽ വരച്ചിട്ടുണ്ട് കണ്ടോ അവര്, യെസ് വരച്ച് കാണിച്ചിരിക്കുന്നത് കണ്ടോ. അപ്പൊ മൊത്തം 4 എണ്ണം. ഇത് വരുമോ, ഇയാള് വരുമോ, ഇയാളും ഇയാളും ഈ ആറ്റംസ് വരുമോ, ഒരിക്കലും വരില്ല അല്ലെ. കാരണം ഇവരുമായിട്ട് ലിങ്ക് ഉണ്ടോ, ഈ നടുക്കിൽ കിടക്കുന്ന ആളുമായിട്ട് ഇവർക്ക് ലിങ്ക് ഉണ്ടോ, ലിങ്ക് വരുന്നില്ല. ആർക്കാണ് നെയ്ബേഴ്സ് ആയിട്ട് വരുന്നുള്ളൂ, അയാളെ തൊട്ടുരുമിയിട്ട് 4 പേര് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 4 ആറ്റംസ് ആണ് അല്ലെങ്കിൽ 4 നെയ്ബേഴ്സ് ആണുള്ളത്. അത് തന്നെയാണ് ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ. എത്രയാണ് ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്, 4 ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ. ഓക്കെ അല്ലേ, പിടികിട്ടിയല്ലോ, ക്ലിയർ ആയില്ലേ. ഓക്കെ, ഓക്കെ അല്ലേ. അപ്പൊ ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ എത്രയാണ്, 4 ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ ആയിട്ട് വരുന്നത്. ചിത്രം കണ്ടില്ലേ, 4 ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ. ഇനി അടുത്ത ചിത്രം കണ്ടോ, അടുത്ത് ഞാൻ പറഞ്ഞു തരുമ്പോ പറയാം. അടുത്ത ചിത്രം കണ്ടോ, അത് ഞാൻ പറഞ്ഞുതരാം. In this arrangement, each sphere is in contact with 4 of its neighbors. Thus, the two-dimensional coordination number is 4. Also, if the center of these 4 immediate neighboring spheres are joined, a square is formed. Hence, this packing is called square close packing in 2 dimension. കണ്ടോ, ഈ 4 സ്പിയേഴ്സിനെ നമ്മൾ കൂടിച്ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്, ഇത് കണ്ടോ, ഈ 4 സ്പിയേഴ്സ് നിങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്, യെസ് ഇവിടെ 4 സ്പിയേഴ്സിനെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്വയർ ആണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്നുള്ള പേര് വന്നിട്ടുള്ളത്. കിട്ടിയല്ലോ, മനസ്സിലായില്ലേ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. അടുത്തതാണ് the second row may be placed above the first one in a staggered manner. നമുക്കൊന്ന് ചിന്നി ചിതറി വെച്ചാലോ, എങ്ങനെയാ ചിന്നി ചിതറി വെക്കാന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ചിത്രം നിങ്ങളൊന്ന് നോക്കി നോക്കിയേ. ഈ ചിത്രം നോക്കിയിട്ട് നമുക്ക് പോവാം അങ്ങോട്ട്. ഈ ചിത്രം കണ്ടോ, അടുത്ത ചിത്രം ബി പോർഷന്റെ ചിത്രം കണ്ടോ. ഈ ബി പോർഷന്റെ ചിത്രത്തിന് എന്താ വ്യത്യാസം നേരത്തെ തന്നെ വെച്ച് നോക്കുമ്പോ, എന്താണ്, യെസ് ഒന്നാമത്തെ റോ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇതാണ് ഒന്നാമത്തെ റോ അല്ലെ. ഈ ഒന്നാമത്തെ റോന്റെ ഈ ഒരു ഡിപ്രഷൻ കണ്ടോ, ഡിപ്രഷൻ എന്ന് പറഞ്ഞ ഈ ഒരു കുഴി കണ്ടോ, അത് ഇങ്ങനെ ഒരു കുഴി തന്നിട്ടില്ലേ, ഈ ഒരു കുഴി, ഇതാണ് ഡിപ്രഷൻ എന്ന് പറയാ, ഇതാണ് ഡിപ്രഷൻ എന്ന് പറയാ. ഈ കുഴിയിലാണ് അടുത്ത റോ വെച്ചിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി നോക്കിയേ, ആണോ അല്ലേ നോക്കി നോക്കിയേ. യെസ് അല്ലെ, നമ്മുടെ ഒന്നാമത്തെ റോസിന്റെ ഡിപ്രഷനിലാണ് രണ്ടാമത്തെ റോ വന്നിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ റോ നമ്മൾ എങ്ങനെ വെച്ചിട്ടുള്ളത്, യെസ് രണ്ടാമത്തെ റോന്റെ ഡിപ്രഷൻ കണ്ടോ, രണ്ടാമത്തെ റോന്റെ ആ ഒരു ഡിപ്രഷൻ, ഈ ഡിപ്രഷനിലാണ് അടുത്ത റോ വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് റോ എങ്ങനെ വെച്ചിട്ടുള്ളത്, ഫോർത്ത് ലെയറിന്റെ ഡിപ്രഷനിലാണ് നെക്സ്റ്റ് റോ വെച്ചിട്ടുള്ളത്. അപ്പോ ശ്രദ്ധിക്കണം, ഇവിടെ എങ്ങനെയാ നമ്മൾ വെച്ചിട്ടുള്ളത്, ഒരു ചിന്നി ചിതറിയിട്ട് അല്ലെ, ചിന്നി ചിതറിയിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഒന്നാമത്തെ റോന്റെ കുഴിയിൽ രണ്ടാമത്തെ റോ പ്ലേസ് ചെയ്തു, രണ്ടാമത്തെ റോന്റെ ആ ഒരു കുഴി, ആ ഒരു ഡിപ്രഷനിൽ മൂന്നാമത്തെ റോ നമ്മൾ പ്ലേസ് ചെയ്തു, മൂന്നാമത്തെ റോന്റെ ആ ഒരു ഡിപ്രഷനിൽ നാലാമത്തെ റോ നമ്മൾ പ്ലേസ് ചെയ്തു. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി നോക്കി ഈ ഒരു ചിത്രത്തില് ഫസ്റ്റ് റോ എന്ന് പറയുമ്പോൾ ഞാൻ എ എന്നുള്ള പേര് കൊടുക്കാലോ. ആദ്യത്തെ കുട്ടിക്ക് നമുക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം അല്ലെ. അപ്പൊ ഫസ്റ്റ് റോ നമ്മൾ എ എന്നുള്ള പേര് കൊടുത്തു. രണ്ടാമത്തെ റോ ഞാൻ നോക്കിയപ്പോൾ അലൈൻമെന്റിലൊക്കെ ഒരു വ്യത്യാസം, വെർട്ടിക്കലി ഹോറിസോണ്ടലി അലൈൻമെന്റ് നോക്കിയപ്പോൾ ഇവരുടെ സ്വഭാവ സവിശേഷതകൾ ഇവര് കാണുമ്പോഴും നമുക്ക് ഒരേപോലെ അല്ല എന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ രണ്ടാമത്തെ ആൾക്ക് ബി എന്നുള്ള പേര് കൊടുത്തു. ഇനി മൂന്നാമത്തെ ആള് ഞാൻ നോക്കിയപ്പോൾ മൂന്നാമത്തെ ആള് കറക്റ്റ് അല്ലെ, മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് നമ്മുടെ ഒന്നാമത്തെ ആളുടെ അതേപോലെ തന്നെയുള്ള സ്വഭാവങ്ങളാണ് കാണിക്കുന്നത്. മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് ഒന്നാമത്തെ ആളെ പോലെ തന്നെയാണ് കണ്ടോ, ഇയാളെ പോലെ തന്നെയാണ് ഈ മൂന്നാമത്തെ ആളും. സെയിം കണ്ടോ, ഇവിടെ അലൈൻമെന്റ് ഒക്കെ നോക്കി നിങ്ങളൊന്ന് അലൈൻമെന്റ് ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വെർട്ടിക്കലി ഹോറിസോണ്ടലി ഇവരുടെ അലൈൻമെന്റ് ഒക്കെ പെർഫെക്റ്റ് ആണ്. അപ്പൊ ഞാൻ അയാൾക്ക് ഞാൻ എ എന്നുള്ള പേര് കൊടുത്തൂടെ, ഓക്കെ അല്ലേ, കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ശരി, ഇനി ഞാൻ എന്ത് ചെയ്തു, നാലാമത്തെ റോയിലേക്ക് പോയി. നാലാമത്തെ റോയിലേക്ക് പോയപ്പോൾ ഇയാളെ ഞാൻ എടുത്തു. ഇയാളെ നോക്കിയപ്പോൾ ഇയാള് നേരെ ആരെ പോലെയാണ്, രണ്ടാമത്തെ റോയിൽ കിടക്കുന്ന ആളെ പോലെയാണ്, ആണല്ലോ. അപ്പൊ എനിക്ക് ബി എന്ന് പേര് കൊടുത്തൂടെ, ബി എന്ന് പേര് കൊടുത്തു. അങ്ങനെയാണ് ഇതിന്റെ എ ബി എ ബി എന്ന് പറഞ്ഞ ഒരു പാറ്റേൺ ഇവിടെ വരാനായിട്ടുള്ള കാരണം. എ ബി ടൈപ്പ് അറേഞ്ച്മെന്റ് ആണ് എന്ന് പറയാനായിട്ടുള്ള കാരണം ഇപ്പൊ പറഞ്ഞതാണ്. പിടികിട്ടിയോ?
അപ്പൊ ആദ്യത്തെ 2 റോസ് വെർട്ടിക്കലി ഹോറിസോണ്ടലി വ്യത്യാസമാണെന്നുണ്ടെങ്കിലും മൂന്നാമത്തെ റോയ്ക്ക് ഒന്നാമത്തെ റോയുമായിട്ട് സാമ്യമുണ്ട്. അതേപോലെ 4ാമത്തെ റോയ്ക്ക് സെക്കൻഡ് റോയുമായിട്ടാണ് സാമ്യമുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? അവരുടെ അലൈൻമെന്റ് എങ്ങനെ പറയാൻ പറ്റും? വെർട്ടിക്കലി ഹോറിസോണ്ടലി അവരുടെ അലൈൻമെന്റ് എങ്ങനെയാ നമുക്ക് പറയാൻ പറ്റും? യെസ്, ഒന്നാമത്തതും മൂന്നാമത്തതും. അപ്പൊ നമുക്ക് എ ബി ടൈപ്പ് അറേഞ്ച്മെന്റ് എന്ന് നമുക്ക് കൊടുക്കാം. പിടികിട്ടിയല്ലോ? ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു ആറ്റം, ഏത് ആറ്റം വേണമെങ്കിലും ആവാം, നിങ്ങൾ കോർണറത്തെ ഏത് ആറ്റം വേണമെങ്കിലും എടുത്തു നോക്കിയേ. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാട്ടോ. ഇവിടെ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഇത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. ഈ ഒരു ക്രിസ്റ്റൽ ലാറ്റിസും 3 ഡയമെൻഷൻ ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 3 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഇനി ഇതിന്റെ താഴത്തേക്കും സൈഡിലേക്കും മുകളിലേക്കും ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് എല്ലാ ഭാഗത്തേക്കും ഇനിയും ആറ്റംസ് ഉണ്ടാകും. ഓക്കെ ആണല്ലോ? അപ്പൊ നിങ്ങൾക്ക് ഏത് ആറ്റം വേണമെങ്കിലും നിങ്ങൾക്ക് കോർഡിനേഷൻ നമ്പർ അഥവാ നെയ്ബേഴ്സ് കണ്ടുപിടിക്കാൻ എടുക്കാം. ഈ ചിത്രത്തിൽ ഇപ്പൊ ഇയാളിൽ എഴുതിയിരിക്കുന്നത്, ഈ ചിത്രത്തില് യെസ്, ഇയാളെ നിങ്ങൾ നോക്കി നോക്കിയേ, ഇയാളെ എടുത്ത് നോക്കി നോക്കിയേ. ഇയാള് ആരുമായിട്ടാണ് മുട്ടിരുമി നിൽക്കുന്നത്? എത്ര ആൾക്കാരുമായിട്ടാണ്? ഇത് 1, ഇത് 2, ഇത് 3, 4, 5, 6. 6 പേരുമായിട്ട് അല്ലെങ്കിൽ 6 കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസുമായിട്ടാണ് മുട്ടിയുരുമി നിൽക്കുന്നത് അല്ലെ. സോ ഇവിടുത്തെ 6 ഇവിടുത്തെ നെയ്ബേഴ്സിന്റെ എണ്ണം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ എത്രയാന്ന് നമുക്ക് പറയാം? 6 ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ എന്ന് നമുക്ക് പറയാം. ഓക്കെ ആണോ? പിടികിട്ടിയോ ചിത്രം? ഇനി ഈ 6 കോർഡിനേഷൻ നമ്പർ നമ്മളൊന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയല്ലേ വരുന്നത്? ഹെക്സഗണൽ അല്ലെ? ഇങ്ങനെയല്ലേ വരുന്നത്? 6 സൈഡ് അല്ലെ? അപ്പൊ ഇതെന്താണ്? ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണ്. ഇപ്പൊ കിട്ടിയോ? പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? ഇനി നമുക്കൊന്ന് ബ്രീഫായിട്ട് നമുക്ക് നോക്കിയാലോ? അവര് വലിയ നോട്ട്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതൊന്ന് ബ്രീഫായിട്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്തിട്ടല്ലേ എളുപ്പം. ഓക്കെ, പോയിന്റ് ഔട്ട് ചെയ്ത് പഠിക്കൽ എളുപ്പം. ഓക്കെ, അപ്പൊ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് തന്നെ പറയാം. ഇതാ കണ്ടോ? പോയിന്റ് ഔട്ട് ചെയ്തിട്ട് തന്നെ പറയാം. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് HCP എന്നാണ് പറയുന്നത്. ദ സ്പിയേഴ്സ് ഇൻ എവറി സെക്കൻഡ് റോ ആർ പ്ലേസ്ഡ് ഇൻ ദ ഡിപ്രഷൻ ഓഫ് ദ ഫസ്റ്റ് റോ. ഓക്കെ അല്ലെ? സെക്കൻഡ് റോത്തെ സ്പിയേഴ്സ് ഒക്കെ നമ്മൾ ഫസ്റ്റ് റോന്റെ ഡിപ്രഷൻസിൽ പ്ലേസ് ചെയ്തു. ഇനി ദ സ്പിയേഴ്സ് ഇൻ ദ തേർഡ് റോ, മൂന്നാമത്തെ റോ ഒക്കെ നമ്മൾ എവിടെ സീറ്റ് ചെയ്ത് വെച്ചു? ഡിപ്രഷൻസ് ഓഫ് ദ സെക്കൻഡ് റോ. ഇനി ഒന്നാമത്തേന്റെ കുഴിയിൽ രണ്ടാമത്തെ ആളെ ഇറക്കി വെച്ചു. രണ്ടാമത്തെ ആളിന്റെ ഡിപ്രഷൻസിൽ മൂന്നാമത്തെ ആൾക്കാരെയും ഇറക്കി വെച്ചു. പിടികിട്ടിയല്ലോ? ഇനി ഫോർത്ത് ലെയർ എങ്ങനെയായിരിക്കും? ഫോർത്ത് ലെയറിനെ നമ്മൾ എങ്ങനെയായിരിക്കും? അതേപോലെ മൂന്നാമത്തെ റോന്റെ ഡിപ്രഷൻസിൽ വെച്ചു. ഓക്കെ അല്ലെ? ഇനി നിങ്ങൾ ഇവിടെ അലൈൻമെന്റ് നോക്കിയപ്പോൾ ഒന്നാമത്തെ റോയും രണ്ടാമത്തെ റോയും തമ്മിലാണ് അലൈൻമെന്റും, രണ്ടാമത്തെ റോയും നാലാമത്തെ റോയും തമ്മിലാണ് അലൈൻമെന്റ് വന്നിട്ടുള്ളത്. ഓക്കെ അല്ലെ? അതുകൊണ്ട് നമ്മൾ ഇതിനെ പേര് കൊടുത്തത് എന്താണ്? എ ബി ടൈപ്പ് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ അലൈൻമെന്റ് ഒക്കെ നമ്മൾ പറയുന്നത്. ഇനി ഈ ഓരോ ആറ്റംസും, ഈ ഓരോ സെല്ലിൽ കിടക്കുന്ന ഓരോ ആറ്റംസും അതിന്റെ ചുറ്റും കിടക്കുന്ന 6 നെയ്ബേഴ്സുമായിട്ടാണ് അല്ലെ ഒരു ഇതുള്ളത്, റിലേഷൻ ഉള്ളത്. സോ ഇവിടുത്തെ നെയ്ബേഴ്സിന്റെ എണ്ണം 6 ആണെന്ന് പറയാം, അഥവാ ഇതിന്റെ കോർഡിനേഷൻ നമ്പർ 6 ആണെന്ന് നമുക്ക് പറയാം. പിടികിട്ടിയില്ലേ? ചിത്രം കാണിച്ചു തന്നല്ലോ. ഓക്കെ അല്ലേ? ഇപ്പൊ നമുക്ക് വായിച്ചപ്പോ പിക്ചർ കാണിച്ചിട്ട് നമ്മൾ പറഞ്ഞപ്പോ ഒരു ഏകദേശം ഒരു നമുക്ക് ക്ലാരിറ്റി കിട്ടി. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇൻ HCP the particles are more closely packed than in SCP, hence it is more efficient than SCP. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു നോട്ട് ഔട്ട് ആണ് പറയുന്നത്, ഒരു നോട്ടാണ്. അതായത് HCP ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങില് നമ്മൾ പാർട്ടിക്കിൾസിനെയൊക്കെ നമ്മൾ കുറച്ചുകൂടി അടുത്തടുത്താണ് പാക്ക് ചെയ്തിട്ടുള്ളത്. ആരെക്കാട്ടിലും? സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിനെക്കാട്ടിലും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? അതുകൊണ്ട് തന്നെ hence it is more efficient than SCP. അപ്പോ SCP-നെക്കാട്ടിലും കുറച്ചും കൂടി എഫിഷ്യൻസി ആർക്ക് കൂടും? ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിന് കൂടുമെന്ന് നമുക്ക് പറയാം. കിട്ടിയല്ലോ? എന്തുകൊണ്ടാണ്? ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിലായിരിക്കും എന്തുണ്ടാവുന്നത്? പാർട്ടിക്കിൾസിനെ നമ്മൾ അടുത്തടുത്ത് ജോയിൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ആരെക്കാട്ടിലും? സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിനെക്കാട്ടിലും. സോ HCP എന്ന് പറഞ്ഞ ആള് കുറച്ചും കൂടി എഫിഷ്യൻസി കൂടുതലായിരിക്കും. ഇനി ക്ലോസ് പാക്കിംഗ് ഇൻ 3 ഡയമെൻഷൻ. ഓക്കെ അല്ലെ? ക്ലോസ് പാക്കിംഗ് ഇൻ 3 ഡയമെൻഷൻ. ഓക്കെ, വേഗം പറയാം. 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് നമുക്ക് 2 രീതിക്ക് ചെയ്യാം. എങ്ങനെയൊക്കെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ഫ്രം 2 ഡയമെൻഷണൽ സ്ക്വയർ ക്ലോസ് പാക്ഡ് ലെയേഴ്സ്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം?
2 ഡയമെൻഷനിൽ നിന്നും 3 ഡയമെൻഷനിൽ നമുക്ക് ആദ്യം എടുക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് നമ്മൾ ഇനി ചെയ്യാനായിട്ട് പോകുന്നത്. ആ 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാന്നാ പറഞ്ഞിട്ടുള്ളത്? ആദ്യം നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? സ്ക്വയർ ക്ലോസ് പാക്ക്ഡ് സിസ്റ്റത്തിൽ നമുക്ക് എടുക്കാം. എവിടുന്നാണ്? സ്ക്വയർ ക്ലോസ് പാക്ക്ഡ് സിസ്റ്റത്തിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? എങ്ങനെയാണ് സ്ക്വയർ ക്ലോസ് പാക്ക്ഡ് സിസ്റ്റത്തിൽ നിന്നും എടുക്കാന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു സ്ക്വയർ SCP ഒന്ന് മനസ്സിലേക്ക് കാണുക. SCP ചിത്രം മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇനി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, സെക്കൻഡ് ലെയർ ഈസ് പ്ലേസ്ഡ് ഓവർ ദി ഫസ്റ്റ് ലെയർ such that the spheres of the upper layer are exactly above those of the first layer. അപ്പൊ ശ്രദ്ധിക്കണം, നമ്മൾ സ്ക്വയർ പാക്ക്ഡ് ലെയേഴ്സ് ആദ്യം നമ്മൾ എടുത്തു. അതിൽ നിന്നുമാണ് നമ്മൾ 3 ഡയമെൻഷനൽ ആയിട്ടുള്ള ക്ലോസ് പാക്കിംഗ് അറേഞ്ച്മെന്റ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ വെക്കാൻ പോകുന്ന സെക്കൻഡ് ലെയറിനെ നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്? ഫസ്റ്റ് ലെയറിന്റെ മുകളിലാണ് പ്ലേസ് ചെയ്യുന്നത്. ഇനി അങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പർ ലെയർ, മുകളിലെ ലെയറത്തെ സ്ഫിയേഴ്സ് ഫസ്റ്റ് ലെയറത്തെ സ്ഫിയേഴ്സിന്റെ തൊട്ട് മുകളിൽ തന്നെ ആയിരിക്കണം. പിടികിട്ടിയോ? അപ്പൊ ഫസ്റ്റ് ലെയറിന്റെ എക്സാക്ട്ലി എബവ് ആയിട്ട് വേണം നമ്മൾ അപ്പർ ലെയറിന്റെ സ്ഫിയേഴ്സ് കൊണ്ടുവന്ന് വെക്കാൻ. പിടികിട്ടിയോ? ഓക്കെ അല്ലേ? ഹിയർ സ്ഫിയേഴ്സ് ഓഫ് ബോത്ത് ദ ലെയേഴ്സ്, ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും ഓക്കെ ആണല്ലോ. ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറത്തെയും സ്ഫിയേഴ്സ് എങ്ങനെയായിരിക്കും? വെർട്ടിക്കലി ആസ് വെൽ ആസ് ഹോറിസോണ്ടലി എങ്ങനെയായിരിക്കും? പെർഫെക്റ്റ് അലൈൻമെന്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ എ ടൈപ്പ് അറേഞ്ച്മെന്റ് എന്ന് നമുക്ക് പറയാം. എങ്ങനെ പറയാം? നമുക്ക് എ ടൈപ്പ് അറേഞ്ച്മെന്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? അപ്പൊ ആ ചിത്രം ഒന്ന് നമുക്ക് പറഞ്ഞാലോ? ചിത്രം പറഞ്ഞിട്ട് നമുക്ക് പറയാം അല്ലെ? അതിൽ കുറച്ചും കൂടി എളുപ്പം. ചിത്രം പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഒന്നുകൂടി നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. കണ്ടോ? നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ ചിത്രമാണ് തന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? നേരത്തെ കാണിച്ച അതേ ചിത്രമാണ് തന്നിട്ടുള്ളത്. ഈ ചിത്രം ഇത് നമ്മുടെ സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിന്റെ ചിത്രമാണ്. ഇത് ഒരു ലെയർ ആണ്. ഓക്കെ ആണല്ലോ? പിടികിട്ടിയല്ലോ? ഈ ഒരു ലെയറിനെ നമ്മൾ വെച്ചിരിക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെ, ഒരു മിനിറ്റ് ശ്രദ്ധിച്ചോളൂ ചിത്രം. ഇതാണ് ചിത്രം. ക്ലോസ് പാക്കിംഗ് ഇൻ 3 ഡയമെൻഷനിൽ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ഫ്രം 2 ഡയമെൻഷണൽ സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. ഇത് നോക്കി നോക്ക് നിങ്ങൾ ചിത്രം മനസ്സിലേക്ക്. നമ്മൾ എന്ത് ചെയ്തു? സെക്കൻഡ് സ്ക്വയർ ക്ലോസ് പാക്ക്ഡ് ലെയറിനെ ഫസ്റ്റിൽ നമ്മൾ പ്ലേസ് ചെയ്തു അല്ലെ? പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സെക്കൻഡ് ലെയറിനെ നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത് ഫസ്റ്റ് ലെയറിന്റെ അതേ എക്സാക്ട്ലി ആയിട്ട് വേണം നമ്മൾ പ്ലേസ് ചെയ്യാനായിട്ട്. ഓക്കെ അല്ലേ? അങ്ങനെ ഈ ഒരു അറേഞ്ച്മെന്റിൽ കണ്ടോ? നിങ്ങൾ നോക്കി നോക്കിയേ. ഇത് മാർക്ക് ചെയ്ത് തന്നെ നിങ്ങൾക്ക് 3 ഡയമെൻഷനിലാണ്. എത്രത്തോളം മനസ്സിലാവുന്ന എനിക്ക് അറിയില്ല. കണ്ടോ? ഈ ഒരു അലൈൻമെന്റ് നോക്കി നോക്കിയേ. ഉള്ളിലേക്ക് നോക്കണ്ട, പുറമേ നോക്കി നോക്കിയേ. പെർഫെക്റ്റ് അല്ലേ? ഈ അലൈൻമെന്റ് നോക്കിയേ. ഇതെങ്ങനെയാ? പെർഫെക്റ്റ് അല്ലേ? അതുപോലെ ഇപ്പുറത്തെ സൈഡ് നോക്കിയേ നിങ്ങള്. എനിക്കിതിൽ വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കണ്ടോ? ഇങ്ങനെ ഇപ്പുറത്തെ സൈഡ് നോക്കിയേ. ഈ ഒരു അലൈൻമെന്റ് കണ്ടോ? വരയ്ക്കുമ്പോ എത്രത്തോളം ക്ലിയർ കിട്ടുന്ന എനിക്ക് അറിയില്ല. യെസ്, ഈ ഒരു അറേഞ്ച്മെന്റ് നോക്കിയ വെർട്ടിക്കലി ഹോറിസോണ്ടലി പെർഫെക്റ്റ് അല്ലേ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്? കണ്ടോ? കറക്റ്റ് ഫസ്റ്റ് ലെയറിന്റെ അതേ പെർഫെക്ഷനിൽ സെക്കൻഡ് ലെയർ കിടക്കുന്നത്. ഓക്കെ അല്ലേ? കണ്ടോ? അപ്പർ ലെയറും എക്സാക്ട്ലി അബോവ് ദ ഫസ്റ്റ് ലെയർ ആണ്. അപ്പൊ സ്ഫിയേഴ്സ് ഓഫ് ബോത്ത് ദ ആർ പെർഫെക്റ്റ്ലി അലൈൻഡ് ഹോറിസോണ്ടലി ആസ് വെൽ ആസ് വെർട്ടിക്കലി. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ലെയറിന് എ എന്നുള്ള പേര് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ എല്ലാ ലെയേഴ്സും എങ്ങനെയാണ്? എ തന്നെയല്ലേ? ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ലാറ്റിസിനെ എ ടൈപ്പ് പാറ്റേൺ എന്ന് പറഞ്ഞൂടെ? ഓക്കെ അല്ലേ? പിടികിട്ടിയല്ലോ?
കിട്ടിയോ? പിടികിട്ടി? ഇനി നിങ്ങൾ ഇതിലൊരു യൂണിറ്റ് സെല്ല് നിങ്ങൾ കൺസിഡർ ചെയ്ത് നോക്കിയേ. ഇതാ ഈ ചിത്രത്തിൽ തന്നെ പോലെ ഈ ഒരു യൂണിറ്റ് സെല്ല് കണ്ടോ? ഈ ചിത്രത്തിൽ തന്ന പോലെ ഈ ഒരു യൂണിറ്റ് സെല്ല് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. ഈ ഒരു യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് നമ്മുടെ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിനെ പോലെ തന്നെ ഇല്ലേ റെപ്രസെന്റേഷൻ? മനസ്സിലായല്ലോ? പിടികിട്ടിയോ? ഇതാണ് നമ്മൾ 2 ഡയമെൻഷണൽ SCPയിൽ നിന്നും 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞത്. എളുപ്പല്ലേ? ഒന്ന് പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കണം എന്ന് മാത്രം. കേട്ടോ? ഓക്കെ ആണല്ലോ? ഇനി അടുത്തേക്ക് ഇപ്പൊ കൂടെ എനിക്ക് യെസ് അടുത്തേക്ക് പോവാം. യെസ് അടുത്തേക്ക് പോവാം. ഇതാ 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ഫ്രം 2 ഡയമെൻഷണൽ 3 dimensional close packing from 2 dimensional hexagonal close packed layers. HCP കണ്ടോ? HCP ഇവിടെ എങ്ങനെയാണ് പാക്കിംഗ് വരുന്നത്? എങ്ങനെയാണ്? നേരത്തെ ചെയ്ത പോലെ തന്നെ യെസ് ഒരു ലെയറിന് മുകളിൽ മറ്റൊരു ലെയർ പ്ലേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് നമുക്ക് കിട്ടുന്നത് അല്ലെ? ജസ്റ്റ് ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് 2 രീതിക്ക് ചെയ്യാം. അതിൽ ഒരു രീതിയെ നമ്മൾ ഇന്ന് നോക്കുന്നുള്ളൂ. സെക്കൻഡ് ലെയറിനെ ഫസ്റ്റ് ലെയറിന്റെ മുകളിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് കണ്ടോ? ഇത് നിങ്ങൾക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഒന്നും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടില്ല. അതായത് ഈ ഒരു അറേഞ്ച്മെന്റ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലെയറിന്റെ മുകളിൽ മറ്റേ സെക്കൻഡ് ലെയർ നമ്മൾ പ്ലേസ് ചെയ്യാണ്. ആ പ്ലേസിങ് എവിടെയാണ്? ഡിപ്രഷൻ അല്ലെ? ഫസ്റ്റ് ലെയറിന്റെ ഡിപ്രഷനിലാണ് നമ്മൾ സെക്കൻഡ് ലെയറിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അതുപോലെ സെക്കൻഡ് ലെയറിന്റെ ഡിപ്രഷനിലായിരിക്കും തേർഡ് ലെയറിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവുന്നു? ഇവിടെ അറേഞ്ച്മെന്റില് എ ബി ടൈപ്പ് അറേഞ്ച്മെന്റ് നമുക്ക് കിട്ടുന്നത് അല്ലെ? എ ബി ടൈപ്പ് അറേഞ്ച്മെന്റ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? സിൻസ് ദ സ്ഫിയേഴ്സ് ഓഫ് ദ 2 layers ആർ അലൈൻഡ് ഡിഫറെന്റ് ആയിട്ടാണ് അലൈൻമെന്റ് വരുന്നത്. നമുക്ക് ഇതിനെ എ ബി ടൈപ്പ് അറേഞ്ച്മെന്റ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഈ ഒരു അറേഞ്ച്മെന്റ് വഴി HCPയുടെ മുകളിൽ അല്ലെ? HCPയിൽ നിന്നുമുള്ള ഈ ഒരു അറേഞ്ച്മെന്റ് വഴി നമുക്ക് 2 തരത്തിലുള്ള വോയിഡ്സ് ഫോം ചെയ്യുന്നുണ്ട്. കണ്ടോ? TO എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് കണ്ടോ? 2 തരത്തിലുള്ള വോയിഡ്സ് നമുക്ക് ഫോം ചെയ്യുന്നുണ്ട് അല്ലെ? ഏതൊക്കെയാണ് 2 തരത്തിലുള്ള വോയിഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഒക്ടാഹിഡ്രൽ വോയിഡും മറ്റൊന്ന് ടെട്രാഹിഡ്രൽ വോയിഡ്സുമാണ്. ഓക്കെ, ഒക്ടാഹിഡ്രൽ വോയിഡും മറ്റൊന്ന് ടെട്രാഹിഡ്രൽ വോയിഡ്സുമാണ് ചിത്രത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. കണ്ടോ? ടെട്രാഹിഡ്രൽ വോയിഡ് T എന്ന് പറയുന്ന ടെട്രാഹിഡ്രലും O എന്ന് പറയുന്നത് ഒക്ടാഹിഡ്രൽ വോയിഡ്സുമാണ്. ഓക്കെ അല്ലേ? പിടികിട്ടിയല്ലോ? മനസ്സിലായോ? അപ്പൊ ഈ ഒരു അറേഞ്ച്മെന്റിൽ വഴി നമുക്ക് എ ബി ടൈപ്പ് കിട്ടുന്നു. ഡിപ്രഷൻസിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. കറക്റ്റ് അലൈൻമെന്റ് അല്ല വരുന്നത്. എ ബി ടൈപ്പ് അറേഞ്ച്മെന്റ് ആണ്. ഒക്ടാഹിഡ്രൽ വോയിഡും ടെട്രാഹിഡ്രൽ വോയിഡ്സ് ആണ് ഫോം ചെയ്യുന്നത്. ഇതാണ് ടെട്രാഹിഡ്രൽ ഹോൾ എന്ന് പറയുന്നത്. T എന്ന് കാണിച്ചിട്ടുണ്ടാകും. കണ്ടോ? താഴത്ത് തന്നിട്ടുള്ളതാണ് ഒക്ടാഹിഡ്രൽ ഹോൾ എന്ന് പറയും. അവിടെ കിട്ടുന്നതാണ് ഒക്ടാഹിഡ്രൽ വോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? പിടികിട്ടിയല്ലോ? ഓക്കെ, ഇനി നമ്മൾ ഒരു ക്ലോസ് പാക്ഡ് സ്പിയേഴ്സിൽ നമ്മൾ നമ്പർ ഓഫ് ക്ലോസ് പാക്ഡ് സ്പിയേഴ്സ് n ആയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒക്ടാഹിഡ്രൽ വോയിഡുകളുടെ എണ്ണത്തിന് നമുക്ക് ക്യാപിറ്റൽ N എന്നും അവിടെ ഉണ്ടാകുന്ന ടെട്രാഹിഡ്രൽ വോയിഡുകളുടെ എണ്ണത്തിന് നമുക്ക് 2n എന്നും പറയാം. ഓക്കെ അല്ലേ? മനസ്സിലായോ? ഒക്ടാഹിഡ്രൽ വോയിഡുകളുടെ എണ്ണം നമ്പർ ഓഫ് ക്ലോസ്ഡ് പാക്ഡ് സ്പിയേഴ്സിന്റെ അതേ എണ്ണം തന്നെയായിരിക്കും. പക്ഷെ ടെട്രാഹിഡ്രൽ വോയിഡുകളുടെ എണ്ണം അതിന്റെ ഇരട്ടി ആയിരിക്കും, ഡബിൾ ആയിരിക്കും, 2n ആയിരിക്കും. ഓക്കെ അല്ലേ? ഇത് നമുക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് ഇന്ന് നമുക്ക് ഇത്ര ആവശ്യമുള്ളൂ. ഓക്കെ, ഒരു ക്ലാസിഫിക്കേഷനിൽ ഈ ഒരു സെക്കൻഡ് ലെയറിനെ നമ്മൾ ഫസ്റ്റ് ലെയറിന്റെ മുകളിൽ വെക്കുന്ന ആ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ ഇന്ന് നോക്കുന്നുള്ളൂ. തേർഡ് ലെയർ ഒക്കെ കുറച്ചും കൂടി നമുക്ക് ഒന്നും കൂടി ചിന്തിക്കാനുള്ളതാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. കേട്ടോ? ഇപ്പൊ ഇത്ര ധാരാളമാണ്. ഓക്കെ അല്ലേ? ക്ലോസ്ഡ് പാക്കിങ്ങില് നമ്മള് 1 ഡയമെൻഷൻ 2 ഡയമെൻഷൻ 3 ഡയമെൻഷനിൽ ബി ആണ് പ്ലേസിങ് സെക്കൻഡ് ലെയർ ഓവർ ദ ഫസ്റ്റ് ലെയറിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഒക്ടാഹിഡ്രലും ടെട്രാഹിഡ്രൽ വോയിഡ്സും. ഓക്കെ അല്ലേ? അപ്പൊ ഇതുവരെയുള്ള നോട്ട്സ് അയച്ചിട്ടുണ്ട്. അത് ക്ലിയർ ആയിട്ട് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവുക.
ഓക്കെ അല്ലെ? ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അതും കൂടി ചേർത്ത് നമുക്ക് ക്ലാസ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനും ഒരു ഭാഗം കൂടി ഉണ്ട്, അതും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെ ആവശ്യമായിട്ടുള്ളൂ. ഇപ്പൊ ഒരുപാട് നമ്മൾ കുറേ ഇതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്, അപ്പൊ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മതി. ഓക്കെ, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണല്ലോ? സോ നമുക്ക് ഇന്നത്ര മതി. ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.